അൻവർ, താനൊന്ന് വാ, നമുക്കൊരു ഡ്രൈവ് പോകാം. എനിക്കല്പം സംസാരിക്കാനുണ്ട് തന്നോട്. അതിവിടെ വെച്ച് വേണ്ട. സാം പുറത്തേക്ക് നടക്കുമ്പോൾ കാര്യമെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ പിന്നാലെ ചെന്നു അൻവർ. സർ, ആ കേസ് ഫയൽ കൊണ്ടുവന്നിട്ടുണ്ട്, സമ്പത്തിന്റെ. നമ്മുടെ സാദിഖ് സാർ അന്ന് അവനെ പൂട്ടിയ കേസ്. കയ്യിലിരുന്ന ഫയൽ അപ്പോഴാണ് സാമിനെ നേരെ നീട്ടിയത് അൻവർ. അത് കയ്യിലേക്ക് വാങ്ങി ഓരോ പേജുകളായി തുറന്നു നോക്കിയ സാമിന്റെ മിഴികൾ പെട്ടെന്ന് തിളങ്ങി. ഒരു ഫോട്ടോയിൽ തന്നെ നോക്കി നിന്നു അവൻ. ആ ഭാവമാറ്റം അൻവറും ശ്രദ്ധിച്ചിരുന്നു. എന്താ സർ, എന്തേലും ഹിൻസ്? സംശയത്തോടെ അൻവർ ചോദിക്കുമ്പോൾ ആ ഫയലിൽ നിന്നും ഒരു ഫോട്ടോ കയ്യിലെടുത്തു സാം. ദേ കണ്ടില്ലേ, അൻവർ അന്ന് ഈ സമ്പത്തിന്റെ വീട്ടിൽ നിന്നെടുത്ത ഫോട്ടോ. പിടിച്ചെടുത്ത കഞ്ചാവ് പൊതികൾ പുറത്ത് ടേബിളിൽ നിരത്തി വെച്ചെടുത്തേക്കുന്ന ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നത് ആ ഉമ്നി വാനല്ലേ, നമ്മളന്ന് അവന്റെ വീട്ടിൽ കണ്ട അതേ വണ്ടി. സാമിന്റെ വാക്കുകൾ കേട്ട് ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കിയ അൻവറും ആ വണ്ടി തിരിച്ചറിഞ്ഞു. അതെ സർ, ഇത് ആ വണ്ടിയാണ്, നമ്പർ ഉൾപ്പെടെ വ്യക്തം. ഇതിൽ മാത്രമല്ല അൻവർ, സമ്പത്ത് പിടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കേസുകളിലും പോലീസ് റിപ്പോർട്ടുകളിൽ ഈ വണ്ടിയും നമ്പറും മെൻഷൻ ചെയ്തിട്ടുണ്ട്. സാമിന്റെ മറുപടി കേട്ട് അൻവറിന്റെ നെറ്റി ചുളിഞ്ഞു. സാർ, അപ്പോൾ ആകാം, ആകാതിരിക്കാം. ആ സംശയത്തിന് കൂടുതലൊന്നും മറുപടി നൽകാതെ പുറത്തേക്ക് എത്തി സാം. ജീപ്പിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. പിന്നാലെ വണ്ടിയിലേക്ക് കയറി അൻവറും. അപ്പോഴേക്കും സാമിന്റെ ഫോൺ ശബ്ദിച്ചു. ഫോൺ കയ്യിലേക്കെടുക്കവേ അവന്റെ നെറ്റി ചുളിഞ്ഞു. അതൊരു തമിഴ്നാട് നമ്പറായിരുന്നു. ട്രൂ കോളറിൽ അലമേലു അമ്മ എന്ന പേര് കാണിച്ചു. ഇതേതാ ഈ തമിഴ്നാട് നമ്പർ? സംശയത്തോടെ കോൾ ബട്ടൺ അമർത്തി ഫോൺ കാതോട് ചേർത്തു സാം. ഹലോ മിസ്റ്റർ SP, സാം അലക്സ്. കാതിൽ മുഴങ്ങിയത് ഒരു പുരുഷ ശബ്ദമായിരുന്നു. യെസ്, സാം ഹിയർ. ആരാണിത്? മറുപടിയായി ഒരു അട്ടഹാസമായിരുന്നു ആദ്യം. ശേഷം പതിയെ ആ ശബ്ദം വീണ്ടും മുഴങ്ങി. താങ്കൾ കുറ്റവാളിയുടെ പിന്നാലെ രാപ്പകലില്ലാതെ അലയുകയാണല്ലോ. കൈക്കൂലിക്കാരനായ സാം അലക്സിന് എവിടുന്നാ ഇത്രയും ആത്മാർത്ഥത കിട്ടിയത്? ഏയ്, ആരാണ് നിങ്ങൾ? സാമിന്റെ വാക്കുകളിൽ രോഷം ചുരിക്കുമ്പോൾ ഒന്നും മനസ്സിലാകാതെ നോക്കിയിരുന്നു അൻവർ. ഞാനാണ് മിസ്റ്റർ, നിങ്ങൾ തിരയുന്ന ആൾ, ആ കൊലപാതകി. അത്രയും കേൾക്കുമ്പോൾ സാമിന്റെ മിഴികൾ കുറുകി. മുഖത്തൊരു നടുക്കം ഉടലെടുത്തു. ആ സമയം ഒന്നും നിർത്തി അയാൾ വീണ്ടും തുടർന്നു. കൊലപാതകൻ 2 കഴിഞ്ഞിട്ടും ഇതുവരെ എന്റെ മുടിയിൽ പോലും സ്പർശിക്കാൻ കഴിയാതെ താനിങ്ങനെ വട്ടം കറങ്ങുമ്പോൾ എനിക്കെന്തോ വല്ലാതെ ഹരം കയറുന്നു സാം. അതാണ് ഒന്ന് വിളിക്കാന്ന് കരുതിയത്. കഷ്ടാണ് നിന്റെ കാര്യം. ഇതുവരെയും ഞാനാണോ ഞങ്ങളാണോ എന്ന് പോലും കണ്ടെത്താൻ കഴിയാതെ നട്ടം തിരിയുവല്ലേ നീ. ആ വാക്കുകൾ കേട്ട് സാമിന്റെ മിഴികൾ തുറച്ചു. നാവിൻ തുമ്പിൽ രോഷം ഇരച്ചു കയറുമ്പോഴും ശാന്തനായ അൻവറിന് നേരെ തിരിഞ്ഞ് ഫോൺ കാതിൽ നിന്നെടുത്ത് അവനെ കാട്ടി. അൻവർ, നോട്ട് ദിസ് നമ്പർ ആൻഡ് ട്രേസ് ദി ലൊക്കേഷൻ ആൻഡ് ഡീറ്റെയിൽസ്. പതിഞ്ഞ സ്വരത്തിൽ അവൻ നിർദ്ദേശം നൽകുമ്പോൾ വെപ്രാളത്തിൽ ആ നമ്പർ എഴുതിയെടുത്ത് സൈബർ സെല്ലിലേക്ക് കോൾ ചെയ്ത് പതിയെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ അൻവർ. പതിഞ്ഞ സ്വരത്തിലാണ് സാം പറഞ്ഞതെങ്കിലും മറുതരയ്ക്കൽ അത് വ്യക്തമായി കേട്ടിരുന്നു. എന്റെ SP, ഈ നമ്പറിന്റെ പിന്നാലെ അലയണ്ട. തമിഴ്നാട്ടിലെവിടെയോ ചത്തു മണ്ണടിഞ്ഞൊരു കിളവിയുടെ പേരിലുള്ളതാ ഈ നമ്പർ. അതൊക്കെ തപ്പിപ്പിടിച്ചു പോയി സാറിന്റെ വണ്ടിക്കൂലി നഷ്ടമാകുന്നത് മിച്ചം. പിന്നെ എന്റെ ലൊക്കേഷൻ, അതൊക്കെ ഇങ്ങനെ മാറി മാറി വരും മിസ്റ്റർ. അയാൾ പറഞ്ഞു നിർത്തുമ്പോൾ അക്ഷമനായി കേട്ടിരുന്നു സാം. സാമിന്റെ നിശബ്ദത അയാൾക്ക് വീണ്ടും ഹരമായി. എടോ SP, താൻ അവിടെ ഇരുന്ന് പെരുക്കണ്ട. ഇനി ഞാൻ വിളിച്ച കാര്യം പറയാം. തനിക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്റെ അടുത്തയിരെ ഞാനങ്ങ് തൂക്കി, ഇന്ന് രാവിലെ തന്നെ. ഇനിയിപ്പോൾ വൈകാതെ തന്നെ രമ്യയെ പാഴ്സൽ ചെയ്ത് നിങ്ങൾക്ക് അയച്ചേക്കാം. മരപ്പാവയെപ്പോലെ കണ്ടു നിൽക്കുതാൻ. തികച്ചും അപ്രതീക്ഷിതമായ ആ വാക്കുകൾ കേട്ടപാടെ നടുങ്ങിപ്പോയി സാം. കേട്ട വാക്കുകൾ അവന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റായി. സിരകളിൽ അഗ്നി പടരുമ്പോൾ വേഗത്തിൽ സമനില വീണ്ടെടുത്തു അവൻ. നോ, അരുത്. നിങ്ങൾ ഇനിയും ക്രൂരത കാട്ടരുത്. കൊച്ചുകുട്ടികളാണവർ. അവരെ ഉപദ്രവിക്കുന്നതിലൂടെ തനിക്കെന്ത് സുഖാടോ കിട്ടുന്നത്? പ്ലീസ് ഉപദ്രവിക്കരുത്, പ്ലീസ്. സാമിന്റെ അപേക്ഷ ചെവിക്കൊണ്ടില്ല. അയാൾ ഉറക്കിയൊന്ന് പൊട്ടിച്ചിരിച്ച ശേഷം ആ കോള് കട്ടാക്കി. അടുത്ത നിമിഷം വേഗത്തിൽ വണ്ടിയുടെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി സാം. അൻവർ, എന്തായി ഡീറ്റെയിൽസ്? ലൊക്കേഷൻ കിട്ടിയോ? നമുക്ക് വേസ്റ്റാക്കാൻ ടൈമില്ല. അടുത്ത കുട്ടിയെ അവൻ കിഡ്നാപ്പ് ചെയ്തു കഴിഞ്ഞു. അൻവർ അപ്പോൾ ഒരു നടുക്കത്തിലായിരുന്നു. എന്താടോ താൻ ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നേ? എത്രയും വേഗം കിഡ്നാപ്പ് ചെയ്യപ്പെട്ട കുട്ടി ഏതാണെന്ന് കണ്ടെത്തണം, എവിടെയാണെന്ന് കണ്ടെത്തണം. ക്യുക്ക്. അൻവറിന്റെ ഭാവം കണ്ട് സാമിന് കലികയറി. അത് സാർ, ഇപ്പോൾ മിസ്സായ കുട്ടിയുടെ പേര് അഞ്ജന. 18 വയസ്സ്. കോളേജ് സ്റ്റുഡൻ്റാണ് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടത്. ഇന്ന് രാവിലെ 7:30 PSC കോച്ചിങ് ക്ലാസ്സിലേക്ക് പോകാനിറങ്ങിയപ്പോൾ, അതും സ്വന്തം വീട്ടിൽ നിന്നിറങ്ങി റോഡിലൂടെ പോകുമ്പോൾ കുട്ടിയുടെ അമ്മയുടെ കൺമുന്നിൽ വെച്ച് തന്നെ. ഒരു ബ്ലാക്ക് സ്കോർപിയോ ആണ് വണ്ടി. റോഡിലൂടെ പോയ കുട്ടിക്കരികിലായി വണ്ടി നിൽക്കുമ്പോൾ
പിൻഡോർ തുറന്ന് ആരോ ബലമായി പിടിച്ചു കയറ്റുകയായിരുന്നു. അമ്മ തന്നെയാണ് സാക്ഷി. സ്ഥലം അരുവിക്കര. ആ ഓഫണേജ് കഴിഞ്ഞ് 1 കിലോമീറ്ററിനുള്ളിൽ. അൻവർ റെക്കോർഡ് ചെയ്തു വെച്ചതുപോലെ മറുപടി പറയുമ്പോൾ സാം കണ്ടു അവന്റെ കയ്യിലെ ഫോൺ ഓപ്പൺ ആയിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ചറപറ മെസ്സേജ് വരുന്നത്. ഷിറ്റ്, ഇതിവിടം കൊണ്ട് അവസാനിക്കില്ല. പന്നമോൻ. രോഷമടക്കാൻ കഴിയാതെ ജീപ്പിന്റെ ബോണറ്റിൽ ആഞ്ഞടിച്ചു സാം. ആ വാർത്ത മീഡിയാസ് വളരെ വേഗത്തിൽ ഏറ്റെടുത്തു. അരുവിക്കരയിൽ നിന്നും ഒരു പെൺകുട്ടി കൂടി കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കൊലപാതക പരമ്പരകൾ തുടരുമ്പോൾ നിഷ്ക്രിയരായി കേരള പോലീസ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഒന്നടങ്കം നാണക്കെടുത്തിക്കൊണ്ട് വാർത്തകൾ പരക്കുമ്പോൾ DGP ശ്രീവാസ്തവയും ഏറെ അസ്വസ്ഥനായിരുന്നു. അയാൾ വിളിച്ചു ചേർത്ത അടിയന്തര മീറ്റിംഗിലേക്ക് ആനന്ദ് മേനോനുമൊത്ത് സാം എത്തുമ്പോൾ അവനെ കടിച്ചു തിന്നാനുള്ള ദേഷ്യമുണ്ടായിരുന്നു ശ്രീവാസ്തവയ്ക്ക്. എന്താണ് സാം, എന്താണ് നിങ്ങളൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്? കണ്ടില്ലേ വാർത്തകൾ? കേരള പോലീസിനെ ഒന്നടങ്കം ഇൻസൾട്ട് ചെയ്യുകയാണ് മീഡിയാസ്. ഹോം മിനിസ്റ്ററുടെ വക തെറിവിളികൾ വേറെ. ഇതിപ്പോ കിഡ്നാപ്പിംഗ് 4ആയി, മരണം 2. ഇനിയും വ്യക്തമായൊരു തെളിവ് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? പിന്നെ ഈ കുപ്പായം കഴിച്ചു വെച്ചിട്ട് പോടോ ഇറങ്ങി. വളരെ പരുഷമായാണ് അയാൾ സാമിനോട് പെരുമാറിയത്. നാവിൻ തുമ്പിലേക്ക് രോഷം ഇരച്ചു കയറിയെങ്കിലും മിണ്ടരുത് എന്ന് ആനന്ദ് മേനോന്റെ നിർദ്ദേശത്തിന് മുന്നിൽ നിശബ്ദത പാലിച്ചു അവൻ. സർ പ്ലീസ്, ഇത്രയും പരുഷമായി പെരുമാറരുത്. സാറിനും അറിയാവുന്നതല്ലേ, ഈ കേസ് കയ്യിൽ കിട്ടിയ പിന്നെ വളരെ ആത്മാർത്ഥതയായാണ് സാം അന്വേഷിക്കുന്നത്. പക്ഷെ അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങൾ. ഒരു തെളിവ് പോലും നൽകാതെയാണ് ഓരോ കിഡ്നാപ്പിങ്ങും നടന്നിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഒരു ബ്ലാക്ക് സ്കോർപ്പിയോ ആണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ആ വണ്ടിയുടെ നമ്പർ ഫേക്കാണ്. മാത്രമല്ല MC റോഡിലേക്ക് കയറിയതിൽ പിന്നെ ഒരു ക്യാമറയിൽ പോലും ആ വണ്ടി പതിഞ്ഞിട്ടുമില്ല. ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോലുള്ള ഒരു സ്റ്റിക്കറോ ഒന്നുമില്ല ആ വണ്ടിയിൽ. ആനന്ദ് മേനോന്റെ വിവരണം കേട്ടടങ്ങിയില്ല ശ്രീവാസ്തവ. ഇത് ഇന്നത്തെ കാര്യം. അപ്പോൾ മുന്നേ നടന്നതോ? ആദ്യത്തെ കിഡ്നാപ്പിങ്ങിന് ഉപയോഗിച്ചതെന്ന് പറയപ്പെടുന്ന ആ വൈറ്റ് ഓംനി വാൻ തേടിപ്പോയിട്ട് എന്തായി? ഒരു തുമ്പെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞു ഇയാൾക്ക്? ആ ചോദ്യത്തിന് മുന്നിൽ ആനന്ദ് മേനോനും നിശബ്ദനായി. അത് കണ്ട് കലിയടങ്ങാതെ ചാടി എഴുന്നേറ്റു അയാൾ. മതി, ഇത്രത്തോളം മതി തന്റെ അന്വേഷണം. ഈ കേസിൽ ഇതുവരെ നടത്തിയ ഇൻവെസ്റ്റിഗേഷന്റെ ഫുൾ റിപ്പോർട്ട്സ് എനിക്കിവിടെ കിട്ടണം. നാളെ മുതൽ ഈ കേസിൽ ഇനി സാം വേണ്ട. പകരം നിർമ്മൽദാസ് അന്വേഷിക്കട്ടെ. ഏത് ടാപ്പിനെ അന്വേഷിച്ചാലും ഒരു മാങ്ങാത്തൊലിയും നടക്കാൻ പോണില്ല. ശ്രീവാസ്തവയുടെ വാക്കുകൾ കേട്ട് രോഷമടക്കാൻ കഴിയാതെ പിറുപിറുത്തു സാം. എന്നാൽ മുഴുവനായിട്ടല്ലെങ്കിലും ചിലതൊക്കെ അവ്യക്തമായി കേട്ടു ശ്രീവാസ്തവ. അത് അയാളുടെ ദേഷ്യത്തെ ഇരട്ടിയാക്കിച്ചു. എന്താണോ താൻ പിറുപിറുത്തത്? എന്തായാലും ആണുങ്ങളെ പോലെ നെഞ്ചും വിരിച്ച് എന്റെ മുഖത്ത് നോക്കി ഉറക്കെ പറയണോ? ഒരു വെല്ലുവിളി പോലെ വീണ്ടും അയാളുടെ ഒച്ചയുയർന്നപ്പോൾ സാമിന്റെ സർവ്വനിയന്ത്രണങ്ങളും വിട്ടുപോയി. സർ, ഏത് ഡാമിനെ അന്വേഷിച്ചാലും ഒരു മാങ്ങാത്തൊലി ഉണ്ടാക്കാൻ പോണില്ല. ഇത്തവണ ഞെട്ടിപ്പോയത് ശ്രീവാസ്തവയായിരുന്നു. ഒപ്പം ആനന്ദ് മേനോനും സാമിൽ നിന്ന് അത്തരമൊരു പ്രതികരണം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്താണോ താൻ പറഞ്ഞേ? ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് പോലും നോക്കാതെ എന്തും പറയാമെന്നായോ? എല്ലാം എന്റെ തെറ്റ്. ഇവനെയൊക്കെ എന്ത് വിശ്വസിച്ചാണ് ഈ കേസ് ഞാൻ ഏൽപ്പിച്ചത്? യു വിൽ ഗെറ്റ് എ ബിഗ് പണിഷ്മെന്റ് ഫോർ ദിസ് അറഗന്റ് ബിഹേവിയർ. തൊപ്പി ഉരി വെച്ച് വീട്ടിലിരിക്കുക കുറച്ചു കാലം. ദേഷ്യം കടിച്ചമർത്തി തിരികെ ചെയറിലേക്ക് പോയിരുന്നു ശ്രീവാസ്തവ. സാർ എന്ത് വേണേം ചെയ്തോ, ഞങ്ങളും മനുഷ്യരാണ് സാർ. ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ഉടനെ കൊലയാളിയെ കണ്ടെത്താനായി സൂപ്പർ പവറൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. ക്രൈം സ്പോട്ടിൽ കിട്ടുന്ന തെളിവുകളിലൂടെ അരഞ്ഞു തിരിഞ്ഞാണ് ഓരോ ഓഫീസേഴ്സും കേസുകൾ തെളിയിക്കുന്നത്. അതെന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള സാറിന് ഇനി ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ. എന്നിട്ടും സാറിങ്ങനെ പെരുമാറുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു. നിരാശയായിരുന്നു സാമിന്റെ വാക്കുകളിൽ നിഴലിച്ചത്. ഇത് കേട്ട് ആനന്ദ് മേനോനും നടുങ്ങിയിരുന്നു. സർ, എന്താണ് സർ? ചാടിക്കേറിയൊരു തീരുമാനം എടുക്കരുത് പ്ലീസ്. ഇതുവരെയും സാമിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത്. ഇതിനിടയ്ക്ക് ഇനിയൊരു മാറ്റം കേസിന്റെ ഗതിയെ തന്നെ ബാധിക്കും. സാം പറഞ്ഞത് തെറ്റാണ്, അതിനവൻ മാപ്പ് പറയും. അയാളുടെ ആ അപേക്ഷയുടെ മുന്നിൽ ശ്രീവാസ്തവ മൗനമായി. ആ സമയം സാം പതിയെ മുന്നിലേക്ക് കയറി നിന്നു. സർ, ഐ ആം റിയലി സോറി. പെട്ടെന്ന് സാറിന്റെ വായിൽ നിന്നും ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ സഹിച്ചില്ല. അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് സർ ഈ കേസിൽ ഞാൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. തക്ക സമയത്തുള്ള സാമിന്റെ ക്ഷമാപണം ഒരു പരിധിവരെ ശ്രീവാസ്തവയെ തണുപ്പിച്ചിരുന്നു. അത് മനസ്സിലാക്കി തുടർന്നു അവൻ. സർ, എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. 5 ദിവസം കൂടി സമയം തരണം പ്ലീസ്. അതിനുള്ളിൽ കുറ്റവാളിയെ പൂട്ടിയിരിക്കും ഞാൻ. ഇനി എനിക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ സ്വയം ഈ കുപ്പായ ഉരുവെച്ച് പടിയിറങ്ങിക്കോളാം ഞാൻ. ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ആ അപേക്ഷ അവഗണിച്ചില്ല ശ്രീവാസ്തവ. ഓക്കെ സാം, താൻ അന്വേഷണം തുടർന്നോളൂ. പതി എഴുന്നേറ്റ് അവൻ അരികിലേക്ക് എത്തിയയാൾ. ഇന്നത്തെ കേസും കൂടിയായപ്പോൾ മുകളിൽ നിന്നും നല്ല പ്രഷറുണ്ട് എനിക്ക്. സോ അതാ ഞാനും. ഐ ആം സോറി സാം. ഇറ്റ്സ് ഓക്കെ സർ, എനിക്ക് മനസ്സിലാവും സാറിൻ്റെ ടെൻഷൻ. ആ സമയം രണ്ടാളുടെയും സംഭാഷണങ്ങൾ കേട്ടുനിന്ന് ആനന്ദ് ആശ്വാസത്തോടെ നെടുവേർപ്പെട്ടു. ആനന്ദ്,
താൻ നിർമ്മലിനോട് വിളിച്ച് കാര്യം പറഞ്ഞേക്ക്. ഇനിയിപ്പോൾ തൽക്കാലം അയാളുടെ ഇടപെടൽ വേണ്ട. ശ്രീവാസ്തവയുടെ നിർദ്ദേശം കേട്ട് തലയാട്ടി ആനന്ദമേനോൻ. സർ, ഞാൻ പോയിക്കോട്ടെ. ഇനിയും കളയാൻ സമയമില്ല. ഇനി ഏത് നിമിഷവും ആ മൂന്നാമത് കിഡ്നാപ്പ് ചെയ്യപ്പെട്ട കുട്ടിക്ക് ആപത്ത് സംഭവിച്ചേക്കാം. അതുണ്ടാകാൻ പാടില്ല. ഓക്കെ സാം, ഓൾ ദ ബെസ്റ്റ്. ശ്രീവാസ്തവയിൽ നിന്നും അനുവാദം ലഭിച്ചയുടൻ രണ്ടാക്കും സല്യൂട്ട് തനിക്ക് പുറത്തേക്ക് നടന്നു സാം. ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങി വണ്ടിയിലേക്ക് കയറാൻ തുനിഞ്ഞതും സാമിന്റെ ഫോൺ ശബ്ദിച്ചു. അൻവറായിരുന്നു മറുതലിക്കൽ. യെസ്, പറയാൻ വാ. കോൾ ബട്ടൺ അമർത്തി ഫോൺ കാതോട് ചേർക്കുമ്പോൾ ഒരു നല്ല വാർത്തയ്ക്കായി അവന്റെ മനസ്സ് തുടിച്ചു. ആ പ്രതീക്ഷ തെറ്റിയില്ല. സർ, ഒരു ക്യാമറയ്ക്കും പിടികൊടുക്കാതെ മുങ്ങിയ ആ കിഡ്നാപ്പേഴ്സിൽ ഒരുവന്റെ മുഖം പടച്ചു നമുക്ക് കാട്ടിത്തന്നു. എങ്ങനെ എങ്ങനെ അൻവർ? കേട്ട വാക്കുകൾ സാമിന്റെ ഉള്ളിൽ ഞെട്ടലുളവാക്കി. സർ, ഇവിടെ അടുത്തൊരു വീട്ടിലെ പെൺകുട്ടിയുടെ വിവാഹമായിരുന്നു ഇന്ന്. അവരുടെ വീഡിയോ ചെയ്യുന്ന ടീമിന്റെ ക്യാമറയിൽ അവന്റെ മുഖം യാദൃശ്ചികമായി പതിഞ്ഞിട്ടുണ്ട്. പരിസരം മൊത്തത്തിൽ ഒന്നരിച്ചു പെറുക്കാനിറങ്ങിയപ്പോൾ കിട്ടിയതാണ്. അൻവർ പറഞ്ഞു നിർത്തുമ്പോൾ ആവേശത്താൽ സാമിന്റെ ചോര തിളച്ചു. വെരി ഗുഡ് അൻവർ, യു ഡിഡ് എ ഗുഡ് ജോബ്. നമ്മൾ വരച്ച രേഖാചിത്രവുമായി ആ മുഖത്തിന് എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടോ? ഉണ്ട് സർ, ഏകദേശം സാമ്യമുണ്ട്. ഞാൻ ഡോക്ടർ സുദർശനെ കൂടി വിളിച്ചിട്ടുണ്ട്. പുള്ളിയും വൈകാതെ എത്തൂടെ. അൻവറിന്റെ മറുപടി കേട്ട് കൂടുതൽ ആവേശഭരിതനായി സാം. വെരി ഗുഡ് അൻവർ, അവന്റെ ഫോട്ടോ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്തേക്ക്. ഞാൻ ഉടനെ എത്താവിടെ. അതുവരെ ആ മുഖം അധികമാരും കാണാതെ സൂക്ഷിക്കണം, പ്രത്യേകിച്ച് മീഡിയാസ്. കോൾ കട്ടാക്കുമ്പോൾ കൂടുതൽ ഉന്മേഷവാനായി സാം. നിമിഷങ്ങൾക്കകം അവൻ വണ്ടിയിൽ കയറി. ആ വണ്ടി പാഞ്ഞു അൻവറിലേക്ക്. സാമിന്റെ ജീപ്പ് പുറത്തേക്ക് പോയപ്പോൾ മറ്റൊരു വണ്ടി ആ കോമ്പൗണ്ടിനുള്ളിലേക്ക് വന്ന് കയറി നിന്നു. ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ ആനന്ദമേനോൻ ഒരു നിമിഷം ആ വണ്ടി കണ്ടു നിന്നു. അത് SP നിർമ്മൽദാസ് ആയിരുന്നു. സീറ്റിൽ നിന്നും പതിയെ അവൻ പുറത്തേക്കിറങ്ങി. ആ നിർമ്മൽ, ഞാൻ തന്നെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ഹായ് സർ, എന്തു പറ്റി? എനിത്തിങ് സീരിയസ്? ഒരു സല്യൂട്ട് നൽകി ആനന്ദമേനോന് മുന്നിലേക്ക് ചെന്നു നിന്നു നിർമ്മൽ. ആ സമയം പോക്കറ്റിൽ നിന്നും ഒരു പാക്കറ്റ് സിഗരറ്റ് എടുത്തതിൽ നിന്നും ഒന്ന് ചുണ്ടോട് ചേർത്തു ആനന്ദ്. താൻ വലിക്കുന്നു? ഏയ് നോ സർ, ഞാനെപ്പോഴില്ല, വല്ലപ്പോഴും. അതും എന്റെ ബ്രാൻഡ് ഇതല്ല. സ്നേഹത്തോടെ നിർമ്മൽ നിരസിച്ചപ്പോൾ പാക്കറ്റ് തിരികെ പോക്കറ്റിലേക്ക് ഇട്ടു. DGP സാർ ഒരു കേസ് സംബന്ധമായി തന്നെ വിളിച്ചിരുന്നില്ലേ? തൽക്കാലം അത് വേണ്ടാന്ന് വെച്ചു. കേസ് സാം തന്നെ തുടരട്ടെ എന്നാ തീരുമാനം. അതറിയിക്കാനായിരുന്നു തന്നെ വിളിക്കാൻ തുടങ്ങിയത്. ഓ, ഇറ്റ്സ് ഓക്കെ സർ. ആ സീരിയൽ കില്ലർ കേസ് ഞാൻ ന്യൂസിൽ കാണുന്നുണ്ടായിരുന്നു സാമിന്റെ അന്വേഷണ വിവരങ്ങൾ. ഇന്നിപ്പോൾ ശ്രീവാസ്തവ സാർ വിളിച്ചപ്പോൾ പെട്ടെന്ന് എന്തു പറ്റിയെന്നറിയാൻ ഓടി വന്നാണ്. അവൻ മറുപടി നൽകുമ്പോൾ ആനന്ദമേനോട് നെറ്റിച്ചുളിഞ്ഞു. അതിങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുവാടോ, ഒരു തെളിവ് പോലില്ലാതെ. പക്ഷേ സാം ആ കേസ് വിടില്ല. അതിനൊരു ഒടുക്കം കണ്ടിട്ടേ അവനടങ്ങുള്ളൂ, അതുറപ്പ്. വല്ലാത്തൊരു വാശിയാണ് അവനിപ്പോൾ ഈ കേസ്. അതിനിടയ്ക്ക് തന്റെ പേര് കൂടി കേൾക്കുമ്പോൾ അവന്റെ വാശി ഇരട്ടിക്കുന്നുണ്ട്. ആ വാക്കുകളിലെ മൂർച്ച തിരിച്ചറിഞ്ഞു നിർമ്മൽദാസ്. ഞാനെന്ത് ചെയ്യാനാണ് സാർ? മുകളിലുള്ളവർ പറയുന്നതനുസരിക്കുക, അതല്ലേ നമ്മുടെ ജോബ്. എനിക്കറിയാം സാമിന് എന്നോട് ദേഷ്യമുണ്ടാവും. അന്ന് ആ കുടിയേറ്റ ഒഴിപ്പിക്കൽ കേസ് പ്രശ്നമായപ്പോഴും അവന് പകരം എൻ്റെ പേര് പറഞ്ഞു കേട്ടു കുറച്ചുനാള്. അതുപോലെ ഇപ്പോൾ ഈ കേസിലും. താൻ ടെൻഷനാകണ്ട, എല്ലാം വേഗത്തിലൊക്കെ ആവും. അപ്പോൾ ശരി, കാണാം. ഒരു പുഞ്ചിരിയോടെ പതിയെ ആനന്ദമേനോൻ നടന്നകലുമ്പോൾ അയാളെ തന്നെ നോക്കി നിന്നു നിർമ്മൽദാസ്. കിഡ്നാപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ വീടിനരികിൽ സാമിന്റെ വണ്ടി എത്തുമ്പോഴേക്കും അവനായി കാത്തുനിന്നിരുന്നു അൻവറും ടീമും, ഒപ്പം ഡോക്ടർ സുദർശനും. വണ്ടി നിർത്തി സാം ഇറങ്ങുമ്പോഴും സുദർശനും അൻവറും അവനരികിലേക്ക് എത്തി. സർ, ഇവനെയാണ് ഞാനെന്ന ഓഫനേജിന് മുന്നിൽ കണ്ടത്. ഇവൻ തന്നെയാണ്. സുദർശന്റെ വാക്കുകളിലും വല്ലാത്തൊരാവേശം അലയടിച്ചു. അൻവറിന്റെ ഫോണിൽ ഒരിക്കൽ കൂടി ആ ഫോട്ടോ നോക്കിയ സാമിന്റെ മിഴികൾ തിളങ്ങി. കറുത്തിരുണ്ട ഒരു ക്ലീൻ ഷേവുകാരനായിരുന്നു അവൻ. കണ്ടിട്ട് ഒരു തമിഴൻ ലുക്കുണ്ട് അല്ലേ സർ? അൻവറിന്റെ ചോദ്യത്തിന് അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി സാം. ശേഷം തുടർന്നു. അൻവർ, ഈ ഫോട്ടോ ആ പെട്രോൾ പമ്പിലെ പയ്യനെ കൂടി കാണിക്കണം. അവൻ അന്ന് കണ്ട താടിക്കാരന് ഇവന്റെ ചായ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. വേഷങ്ങൾ മാറാൻ ക്രിമിനൽസിന് അധിക സമയമൊന്നും വേണ്ടല്ലോ. ചായ ഇല്ലായെങ്കിൽ ഉടൻ തന്നെ അവൻ കണ്ട ആളുടെ കൂടി രേഖാചിത്രം വരപ്പിക്കണം. പിന്നെ ഈ ഫോട്ടോ സിറ്റിയിലെ എല്ലാ സ്റ്റേഷനിലും ഇപ്പോൾ തന്നെ അയക്കണം. ഇവനെപ്പറ്റി എന്തെങ്കിലും ഒരു തെളിവ് എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ ഉടൻ തന്നെ അത് കളക്ട് ചെയ്യണം. നമുക്ക് പഴകാൻ സമയമില്ല ഇനി. നിർദ്ദേശങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നൽകിക്കൊണ്ട് ആ പരിസരം ഒന്ന് വീക്ഷിച്ചു അവൻ. അപ്പോഴേക്കും നിർദ്ദേശപ്രകാരം എല്ലാം ചെയ്യാൻ ഏർപ്പാടാക്കി തിരികെ എത്തിയ അൻവർ. സർ, എന്നാലും ആ വണ്ടി എങ്ങനെയാണ് MC റോഡ് കയറി മിസ്സായത്? ഇനി അവരുടെ താവളം ആ ഭാഗത്തെവിടെയിലാകുമോ? സംശയത്തോടെ അവൻ നോക്കുമ്പോൾ മൗനമായി സാം. പെട്ടെന്ന് എന്തോ ഓർത്തിട്ട് അൻവറിന് നേരെ തിരിഞ്ഞു. അൻവർ, ഈ മാരേജ് വീഡിയോ എടുക്കുന്ന ടീമിന്റെ ക്യാമറയിൽ എങ്ങനെ ഇത്ര കൃത്യമായി പതിഞ്ഞു? സാർ, അത്
ആ പെൺകൊച്ചു രാവിലെ അമ്പലത്തിലോ മറ്റോ പോകാൻ ഇറങ്ങിയതാണ്. അത് ഷൂട്ട് ചെയ്യാൻ വീഡിയോ എടുക്കുന്ന ടീമും ഉണ്ടായിരുന്നു. അവരുടെ വണ്ടി റോഡിന്റെ ഏകദേശം നടുക്കായാണ് ഇട്ടിരുന്നത്. ആ സമയം പിന്നാലെ വന്നതാണ് ഈ സ്കോർപിയോ. വണ്ടിയെടുത്ത് മാറ്റാൻ തല പുറത്തേക്കിട്ട് അവൻ പറയുന്നതാണ് ആ വീഡിയോയിൽ പതിഞ്ഞത്. അൻവറിന്റെ മറുപടി കേട്ട് വീണ്ടും അല്പനേരം മൗനമായി സാം. സർ, ഇനി ഞങ്ങൾ പോയിക്കോട്ടെ? ആ ചോദ്യം കേട്ടാണ് അവൻ മുഖമുയർത്തിയത്. കൺമുന്നിൽ നിൽക്കുന്ന അപരിചിതരായ ചെറുപ്പക്കാരെ കണ്ട് സംശയത്തോടെ അൻവറിനെ നേരെ നോക്കി സാം. ഇവരാണ് ആ വീഡിയോ വർക്ക് ചെയ്യുന്ന ടീം. അൻവർ പരിചയപ്പെടുത്തിയപ്പോൾ അവരെ നോക്കി ഒന്നും പുഞ്ചിരിക്കാൻ മറന്നില്ല സാം. കൃത്യമായ സമയത്ത് വളരെ വലിയൊരു ഹെൽപ്പാണ് നിങ്ങൾ ചെയ്തത്. ഇനി പോയിക്കോളൂ. പുഞ്ചിരി മായതെ തന്നെ അവരെ പറഞ്ഞയക്കുമ്പോഴേക്കും സുദർശനം സാമിനരികിലെത്തി. സർ, ഞാനും പോയിക്കോട്ടെ? ഹോസ്പിറ്റൽ ഡ്യൂട്ടിയിലായിരുന്നു, അതിനിടയ്ക്കാണ് ഓടി വന്നത്. ആ ഡോക്ടർ പോയിക്കോളൂ. അവനെ എങ്ങനെയും തൂക്കാനുള്ള വഴികൾ നോക്കട്ടെ ഞങ്ങൾ. ആളെ കിട്ടിയ ഡോക്ടറെ അറിയിക്കാം. സുദർശന്റെ വണ്ടി കൺമുന്നിൽ നിന്നും മായുന്നത് നോക്കി നിൽക്കുമ്പോഴും സാമിന്റെ മനസ്സിൽ അനേകായിരം ചിന്തകളായിരുന്നു. അപ്പോഴേക്കും അൻവർ ഓടി അവനരികിലെത്തി. സർ, അന്ന് ഡോക്ടർ അപരിചിതനെ ഓഫനേജ് മുന്നിൽ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാനും അയാളെ സംശയിച്ചു. ഇനി മറ്റാർക്കെങ്കിലും വേണ്ടി നമ്മളെ വഴിതെറ്റിക്കുകയാണോ എന്ന്. പക്ഷേ അതിൽ സത്യമുണ്ടായിരുന്നുവെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അൻവറിന്റെ വാക്കുകൾ കേട്ട് പുഞ്ചിരിച്ചു സാം. അൻവർ, ആൾക്കാരെ മനസ്സിലാക്കാൻ താൻ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. പെട്ടെന്നാണ് സാമിനോട് പറയാനായി മറന്നുപോയ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം വീണ്ടും അൻവറിന്റെ ഓർമ്മയിലേക്ക് എത്തിയത്. സർ, മറ്റൊരു ഇമ്പോർട്ടൻ്റ് മാറ്റർ. കാണാതായ അഞ്ജനയുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അല്പം മുമ്പാണ് സ്വിച്ച് ഓഫ് ആയത്. അവസാന ടവർ ലൊക്കേഷൻ ആറ്റിങ്ങൽ ഐലം. ആറ്റിങ്ങൽ CA ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അവരുടൻ ആ ഭാഗത്ത് തിരച്ചിലാരംഭിക്കും. അൻവറിന്റെ ആ വാക്കുകൾ സാമിന് കൂടുതൽ ആത്മവിശ്വാസം പകർന്നു. ഗുഡ്, നമുക്കവിടേക്ക് പോകാൻ ഭാഗ്യം തുണച്ചാൽ ഇന്നവൻ നമ്മുടെ വലയിൽ വീഴും. ആത്മവിശ്വാസം കൈവിടാതെ തന്നെ ജീപ്പിലേക്ക് കയറി സാം, ഒപ്പം അൻവറും. സാമും അൻവറും ആറ്റിങ്ങൽ CA ഷെയർ ചെയ്ത ലൊക്കേഷനിലെത്തുമ്പോൾ സമയം ഉച്ച കഴിഞ്ഞിരുന്നു. സർ, ഈ സ്ഥലത്തിന്റെ പേര് ഐലം. കൂടുതലും ഗ്രാമപ്രദേശങ്ങളാണ് സർ. അതുകൊണ്ട് തന്നെ ഒളിച്ചു താമസിക്കാൻ പറ്റിയ അനേകം സ്ഥലങ്ങൾ ഈ ഭാഗത്തുണ്ട്. പിന്നെ വാമനപുരം നദിയുമായി ചേർന്നുള്ള പ്രദേശമാണിത്. 3 മണിക്കൂറോളമായി ഞങ്ങൾ മുഴുവനായും നരിച്ചു പറക്കി. പക്ഷേ സംശയാസ്പദമായ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ആ ഫോൺ ഇവിടെ മനഃപൂർവ്വം ഉപേക്ഷിച്ച് അന്വേഷണം വഴിതിരിച്ചു വിട്ടതാണോ എന്നതിലും സംശയമില്ലാതില്ല സർ. സിയുടെ വിശദീകരണം ഏറെ നിരാശയുളവാക്കുന്നതായിരുന്നു. നമ്മളെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമവും ആകാം സർ. അൻവർ അഭിപ്രായപ്പെടുമ്പോൾ ഒരു പ്രതീക്ഷ അപ്പോഴും സാമിൽ അവശേഷിച്ചു. എന്തായാലും തിരച്ചിൽ തുടരട്ടെ. കഴിയുമെങ്കിൽ ഈ പ്രദേശത്തെ ജനപ്രതിനിധികളെയും നാട്ടുകാരിൽ കുറച്ചുപേരെയും കൂടി നമുക്ക് ടീമിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അവർക്കറിയാവുന്നതുപോലെ ഈ പ്രദേശത്തിന്റെ മുക്കുമൂലയും മറ്റാർക്കറിയാൻ കഴിയില്ലല്ലോ. ഇന്ന് വൈകുന്നേരത്തിനകം പോസിറ്റീവായ എന്തെങ്കിലും ഒന്ന് കിട്ടുമോ നോക്കാം. ഓക്കെ സർ, ഞാനിപ്പോൾ തന്നെ വേണ്ടത് ചെയ്യാം. CI നടന്നകലുമ്പോൾ ജീപ്പിന്റെ ബോണറ്റിലേക്ക് ചാഞ്ഞ് കൈകൾ ഊന്നി നിന്നു സാം. അൻവർ, നമ്മുടെ ഈ കൊലയാളിക്ക് ഈ പ്രദേശവുമായി എന്തോ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ആദ്യത്തെ 2 ബോഡികളും കണ്ടെടുത്തത് ഈ സമീപ പ്രദേശങ്ങളിൽ നിന്ന്. ഇപ്പോൾ ഈ ഫോൺ സിഗ്നൽ കട്ടായതും ഇവിടെ നിന്ന്. സാമിന്റെ സംശയം ശരിയാണെന്ന് അൻവറിനും തോന്നി. അത് അന്വേഷിക്കേണ്ടതുണ്ട് സർ. ഒരുപക്ഷേ ഈ ഒരു ഭാഗങ്ങളിൽ എവിടെയെങ്കിലും വെച്ചാകും അവർ ഈ കൃത്യം മുഴുവൻ ചെയ്തത്. അൻവറിന്റെ മറുപടി കേട്ട് പതിയെ നിവർന്ന് വണ്ടിയുടെ ബോണറ്റിൽ ചാരി നിന്നു സാം. അൻവർ, ഈ കേസിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്നിൽ നിന്നും അന്വേഷണം മാറ്റാൻ ആരൊക്കെയോ താല്പര്യപ്പെടുന്നു. പിന്നെ സമ്പത്ത്, അവന്റെ വരവ് വെറുതെയല്ല. അവനെ മനഃപൂർവ്വം നമ്മുടെ മുന്നിൽ കൊണ്ടിട്ട് തന്നതാണ്. ഒന്ന് വഴിതിരിക്കാൻ. ആ വണ്ടി നമ്പർ അവനുൾപ്പെട്ട പോലീസ് കേസ് റിപ്പോർട്ടുകളിൽ ഒക്കെയും ഉള്ളതാണ്. അങ്ങനെയെങ്കിൽ സാം നിർത്തുമ്പോൾ അൻവറിന്റെ നെറ്റിച്ചുളഞ്ഞു. സാറ് പറഞ്ഞു വരുന്നത്? മറുപടി പറഞ്ഞു നിൽക്കെ അവന്റെ ഫോൺ റിംഗ് ചെയ്തു. സാർ, 1 മിനിറ്റ്. കോൾ അറ്റൻഡ് ചെയ്ത് അൻവർ സംസാരിക്കുമ്പോൾ അവനെ തന്നെ നോക്കി നിന്നു സാം. അല്പസമയം നീണ്ട സംസാരത്തിനൊടുവിൽ കോൾ കട്ട് ചെയ്ത് തിരികെ സാമിനരികിലേക്ക് ചെന്നു അവൻ. സർ, ആ പമ്പിലെ പയ്യൻ കണ്ട താടിക്കാരൻ ഇവനല്ല. അയാളുടെ രേഖാചിത്രം ഉടനെ വരച്ചു തുടങ്ങും. അതുപോലെ ആ സ്കോർപിയോ കണ്ടു കിട്ടി സർ. ഈ സംഭവം നടന്ന സ്ഥലത്തു നിന്നും കുറച്ചകലെ ഒരു ശിവക്ഷേത്രമുണ്ട്, കുറുപ്പമണ്ഡപം ക്ഷേത്രം. അവിടുന്ന് കുറച്ചു മാറി ആളൊഴിഞ്ഞ ഒരു ഭാഗത്ത്. കേൾക്കുന്ന ഓരോ വാർത്തകളും നിരാശയുളവാക്കുന്നതായിരുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിച്ചു സാം. അപ്പോൾ ക്യാമറകളിൽ സ്കോർപിയോ പതിയാത്തതെന്തെന്നുള്ള തന്റെ സംശയത്തിന് ഉത്തരമായില്ല അൻവർ. അവർ ആ വണ്ടി അവിടെ ഉപേക്ഷിച്ചാണ് പോയിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ കൺമുന്നിലൂടെ തന്നെ മറ്റൊരു വണ്ടിയിൽ. ഓക്കെ, ആരും ആ വണ്ടി ടച്ച് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. അവിടെയുള്ള ഡ്യൂട്ടിയിലുള്ള പോലീസുകാരോട് പ്രത്യേകം പറയണം. ഞാൻ ഫോറൻസിക് ടീമിനെ അവിടേക്ക് വിടാം.
മറുപടി പറഞ്ഞുകൊണ്ട് ഫോൺ കയ്യിലേക്ക് എടുത്തു സാം. ഫോറൻസിക് ടീമിനെ വിവരം അറിയിച്ച ശേഷം പതിയെ അൻവറിന് നേരെ തിരിഞ്ഞു അവൻ. സ്കോർപിയോ മാത്രം തപ്പി നടന്ന സമയം മറ്റു വണ്ടികൾ കൂടി ശ്രദ്ധിക്കണമായിരുന്നു അൻവർ. ഇത്തരമൊരു പോസിബിലിറ്റി തള്ളിക്കളയാൻ പാടില്ലായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇനിയെങ്കിലും ഇത്തരം അബദ്ധങ്ങൾ പറ്റാതെ ശ്രദ്ധിക്കണം. ആ വാക്കുകൾക്ക് മുന്നിൽ അൻവർ തലകുനിച്ചു. സോറി സർ. ഇറ്റ്സ് ഓക്കെ അൻവർ, ലീവ് ഇറ്റ്. തൻ്റെ സ്ഥലം ഈ ഭാഗത്ത് തന്നെയല്ലേ? ആ ചോദ്യം അൻവറിനെ നെറ്റിച്ചൊളിച്ചു. അതെ സർ. ഈ ഭാഗമെന്ന് പറഞ്ഞാൽ ഇവിടെ ആറ്റിങ്ങിലാണ് സർ വീട്. എന്തേ സർ? സംശയത്തോടെ അൻവർ നോക്കി നിൽക്കെ പതിയെ പുഞ്ചിരിച്ചു സാം. അൻവർ, നമുക്ക് തൻ്റെ വീട്ടിലേക്ക് പോയാലോ? എനിക്കല്പം സംസാരിക്കാനുണ്ട്. പോകാം സർ, പോകാം. എന്താ സർ മാറ്റർ? എനിത്തിങ് സീരിയസ്? ആ ചോദ്യത്തിന് മുന്നിലും സാം പുഞ്ചിരി തൂകി. പറയാടോ, ആദ്യം വീട്ടിലേക്ക് എത്തട്ടെ. പെണ്ണുമ്പുള്ളിയോട് നല്ലൊരു കോഫി ഇട്ട് വയ്ക്കാൻ പറയും. മറുപടി പറഞ്ഞുകൊണ്ട് സാം ജീപ്പിനുള്ളിലേക്ക് കയറുമ്പോൾ അല്പസമയം സംശയത്തോടെ നോക്കി നിന്ന ശേഷം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി അൻവർ. നിമിഷങ്ങൾക്കകം അവർ അവിടെ നിന്നും തിരിച്ചു. വല്ലാത്തൊരു കുഴപ്പം പിടിച്ച കേസാണല്ലോ സാം ഇത്. ഒരു തെളിവ് പോലും എങ്ങ് അവശേഷിക്കുന്നില്ലല്ലോ നമുക്കായി. ആനന്ദ് മേനോന്റെ വാക്കുകളിലെ നിരാശ ഫോണിലൂടെ തിരിച്ചറിഞ്ഞു സാം. അതെ സർ. കേസിന്റെ ഓരോ ഘട്ടങ്ങളിലും പുതിയ പുതിയ സംശയങ്ങൾ വന്നു തുടങ്ങുകയാണ്. എല്ലാം കൂടി സംയോജിപ്പിച്ച് ഒരു നിഗമനത്തിലെത്തുക എന്നത് വളരെ ദുഷ്കരമാണ്. പക്ഷേ കിട്ടും സാർ. അധികം വൈകാതെ തന്നെ അവനെ നമ്മുടെ കൈ കിട്ടും. ഇപ്പോൾ അവൻ കളിക്കട്ടെ. നമ്മളെയൊക്കെ പൊട്ടനാക്കുന്നു എന്ന് വിശ്വസിച്ച് തന്നെ. സാമിന്റെ വാക്കുകളിലെ മൂർച്ച തിരിച്ചറിഞ്ഞു അയാൾ. സാം ഇപ്പോൾ എവിടെയാണ്? ഞാനിവിടെ ആറ്റിങ്ങൽ തന്നെയുണ്ട് സർ. അവനെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവൻ പെടുന്നത് വരെ ഈ സിറ്റി അരിച്ചു പറക്കും ഞങ്ങൾ. വല്ലാത്തൊരു വാശി ആ വാക്കുകളിൽ നിഴലിച്ചിരുന്നു. ഓക്കെ സാം, എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. താൻ പോയപ്പോൾ നിർമ്മൽദാസ് എത്തിയിരുന്നു. DGP വിളിപ്പിച്ചിട്ട് തൽക്കാലം കേസിൽ ഇൻവോൾവ് ആകണ്ട എന്ന് അയാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആനന്ദ് മേനോന്റെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം മൗനമായി മനസ്സിലെന്തോ ചിന്തിച്ചു സാം. ശേഷം തുടർന്നു. സർ, ഈ സമ്പത്തിനെ ലാസ്റ്റ് പിടിക്കുന്നത് നമ്മുടെ സാധിക്കല്ലേ? അന്ന് അയാൾക്ക് ഇൻഫർമേഷൻ കൊടുത്തതും സപ്പോർട്ട് ചെയ്തതും SP നിർമ്മൽദാസ്. ആം ഐ റൈറ്റ് സർ? ആ ചോദ്യം കേട്ടൊരു നിമിഷം ആനന്ദ് മേനോൻ പരുങ്ങുന്നത് തിരിച്ചറിഞ്ഞു സാം. ആ അതെ സാം. എന്താ ഇപ്പം അങ്ങനെ ഒരു ചോദ്യം? ഒന്നുമില്ല സർ. ഈ സമ്പത്തിനെ പറ്റി ഒന്ന് അന്വേഷിച്ചു ഞാൻ. പഴയ കേസൊക്കെ തപ്പിയപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞത്. ഇത്രയും മാത്രമല്ല, മറ്റൊന്നുകൂടി അറിഞ്ഞു. സാം നിർത്തുമ്പോൾ ആനന്ദ് മേനോൻ ഒന്ന് വിയർത്തു. ഒടുവിൽ അവനെ പുറത്തു കൊണ്ടുവരാനായി ആ കേസ് ഒതുക്കാൻ സഹായിച്ചത് സാറല്ലേ? അതിന് പ്രതിഫലമായി കിട്ടിയ വീട്ടിലാണ് ഇപ്പോൾ സാറ് കുടുംബവുമായി താമസം. ശരിയല്ലേ സാർ? അപ്രതീക്ഷിതമായി ആ ചോദ്യം കേട്ട് നടുങ്ങിപ്പോയി ആനന്ദ് മേനോൻ. സാം എന്താ പറഞ്ഞു വരുന്നത്? അതൊക്കെ സത്യമാണ്. അന്ന് അങ്ങനെയൊക്കെ നടന്നു. പക്ഷേ ഈ കേസിൽ എനിക്കൊരു ബന്ധവുമില്ല സാം. അറിയാം സാർ, എല്ലാം അറിയാം. ഞാൻ ഓരോ നിമിഷവും ഓരോരുത്തരുടെയും പിന്നാലെയാണ്. ആ വഴിക്ക് കിട്ടിയതാണ് ഈ ഡീറ്റെയിൽസ്. അതിപ്പോൾ ഇവിടെ പറയാൻ കാരണം സമ്പത്തിന്റെ രംഗപ്രവേശനമാണ്. ഒപ്പം ആ വൈറ്റ് ഒമ്നി വാനും. സാം പറഞ്ഞു നിർത്തുമ്പോൾ മറുപടിയില്ലാതെ കുഴഞ്ഞു ആനന്ദ് മേനോൻ. അത് മനസ്സിലാക്കി പുഞ്ചിരിച്ചു അവൻ. സാറ് ടെൻഷനാകണ്ട, ഇതൊക്കെ പഴയ കാര്യമല്ലേ. അതൊന്നും കുത്തിപ്പോക്കാൻ ഞാൻ ശ്രമിക്കില്ല. ആ ഒമ്നി വാനിന്റെ ഉറവിടം അന്വേഷിച്ച് നടന്നപ്പോൾ കിട്ടിയ വിവരങ്ങളിൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. സാറ് വെച്ചോ, എന്തേലും വിവരം കിട്ടിയാൽ ഞാൻ അറിയിക്കാം. അത്രയും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു സാം. ആ ഒരു നിമിഷം വല്ലാതെ നിന്നുരുങ്ങി ആനന്ദ് മേനോൻ. ആ സമയം പതിയെ ജീപ്പിലേക്ക് കയറി സാം. അപ്പോഴാണ് അവൻ നാൻസിയും മോളെയും പറ്റി ഓർത്തത്. സമയം ഇപ്പോൾ രാത്രി 8 മണി കഴിഞ്ഞിരിക്കുന്നു. നാൻസിയുടെ നമ്പർ ഡയൽ ചെയ്ത് ഫോൺ കാതോട് ചേർത്തു. ഇച്ചായ, പറയ്, ഇതെവിടാ? വരുന്നില്ലേ ഇന്ന്? തിരക്കാവുന്ന കരുതിയാണ് ഞാൻ അങ്ങോട്ട് വിളിക്കാതിരുന്നേ. കോള് പ്രതീക്ഷിച്ചിരുന്നതിനാൽ തന്നെ എടുത്തപാടെ നാൻസി സംസാരിച്ചു തുടങ്ങിയിരുന്നു. വരുവാ നാൻസി, ഞാനിപ്പോൾ ആറ്റിങ്ങിലാണ്. 1 മണിക്കൂർ എടുക്കും അങ്ങെത്താൻ. തിരക്കായതുകൊണ്ടാണ് വിളിക്കാനും പറ്റാതിരുന്നേ. സാമിന്റെ സ്വരത്തിൽ ക്ഷീണം നിഴലിച്ചിരുന്നു. ഇച്ചായ, സൗണ്ടൊക്കെ വല്ലാണ്ടായല്ലോ. നല്ലോണം ടയേർഡായല്ലേ? എന്തായി? ആ കുട്ടിയെപ്പറ്റി എന്തെങ്കിലും വിവരം ലഭിച്ചോ? ഇല്ലടോ, ഞാനങ്ങ് വരട്ടെ, എന്നിട്ട് പറയാം. താൻ വെച്ചോ. ഓക്കെ ചായ, വേഗം ഇങ്ങ് വാ. നാൻസി കോള് കട്ട് ചെയ്യുമ്പോഴേക്കും ആറ്റിങ്ങൽ CIയുടെ വാഹനം അവന്റെ വണ്ടിക്ക് മുന്നിലായി വന്നു നിന്നു. ജീപ്പിൽ നിന്നിറങ്ങി CI സാമിനരികിലെത്തി. സർ, ഇരുട്ട് പരന്നത് മൂലം തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. എല്ലാവരും വല്ലാണ്ട് ടയേർഡായി സർ. സാരമില്ലടോ, താനും പോയി റെസ്റ്റ് എടുക്ക്. നൈറ്റ് പെട്രോളിങ് ഒന്ന് സ്ട്രോങ് ആക്കിയേക്കണം. എക്സ്ട്രാ ടീമിനെ ഇട്ടേക്ക്. ഈ ഭാഗങ്ങൾ ഫുള്ളായി ഒന്ന് കറങ്ങിയേക്കണം. പ്രത്യേകിച്ച് ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ. എന്തേലും ഉണ്ടെങ്കിൽ ഏത് പാതിരാത്രിയായാലും എന്നെ വിളിക്കാൻ മടിക്കണ്ട. ഓക്കെ സർ, ഞാൻ ശ്രദ്ധിച്ചോളാം. സാമിന്റെ നിർദ്ദേശം കിട്ടിയ പാടെ അവന് സല്യൂട്ട് നൽകി തിരികെ ജീപ്പിലേക്ക് കയറിയയാൾ.
നിമിഷങ്ങൾക്കകം ആ ജീപ്പ് കണ്ണിൽ നിന്നും മാഞ്ഞു. പതിയെ സാമും തന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ജീപ്പ് നീങ്ങി തുടങ്ങി. അവന്റെ വീട് ലക്ഷ്യമാക്കി. അന്ന് രാത്രി ഏറെ വൈകി അൻവറിന്റെ കോൾ വന്നു. സംശയത്തോടെ പതിയെ കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ കാതോട് ചേർത്തു സാം. എന്തു പറ്റി അൻവർ? സർ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ ഡോക്ടർ സുദർശന് നേരെ ഒരു മർഡർ അറ്റംപ്റ്റ്. പുള്ളി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. വാട്ട്? അൻവറിന്റെ വാക്കുകൾ കേട്ട് നടുക്കത്തോടെ തിരിഞ്ഞു സാം. അത് കണ്ട് നാൻസിയും ഭയന്നു. അൻവർ, എന്താ സംഭവം? സാർ, അത്ര സീരിയസ് ആയി ഒന്നുമില്ല. ഡോക്ടറുടെ കയ്യിൽ ഒരു മുറിവ് പറ്റി. വാളിന് വെട്ടിയതാണ്. ആ ഓഫണേജിൽ നിന്ന് വരുന്ന വഴിക്കായിരുന്നു സംഭവം. റോഡും വിജനമല്ലേ. ഓപ്പോസിറ്റ് ഏതോ വണ്ടി വന്നതോടെ ലൈറ്റ് വെട്ടം തെളിഞ്ഞപ്പോൾ കൊലയാളി ഓടി മാറി. സുദർശൻ തന്നെയാണ് വണ്ടി ഓടിച്ച് ഹോസ്പിറ്റലിൽ എത്തിയത്. ശേഷം അവിടെ നിന്നും എന്നെ വിളിച്ച് കാര്യം പറഞ്ഞു. അൻവറിന്റെ വിശദീകരണം കേട്ട് ഒരു നിമിഷം മൗനമായി സാം. അയാളെ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നതല്ലേ അൻവർ? ഞാൻ ശ്രദ്ധിച്ചിരുന്നു സർ. പക്ഷേ ഇന്ന് ന്യൂസിൽ കണ്ടില്ലേ സർ? വൈകുന്നേരം നമ്മുടെ മന്ത്രിയുടെ കാർ അപകടത്തിൽപ്പെട്ടത്. അതും സെയിം റൂട്ടിൽ. ഫോഴ്സൊക്കെ അവിടെയായിരുന്നു. ആ മറുപടി കേട്ട് അല്പസമയം മനസ്സിൽ എന്തോ ഓർത്തു നിന്നു സാം. ഓക്കെ അൻവർ, ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. താൻ വരുന്നുണ്ടോ? ഞാൻ ഓൺ ദ വേ ആണ് സർ. ഓക്കെ, ഞാൻ ഉടനെ എത്താം. സാം കോള് കട്ട് ചെയ്തപ്പോൾ എന്തെന്നറിയാൻ ആകാംക്ഷയോടെ നോക്കി നിന്നു നാൻസി. നാൻസി, പ്രോബ്ലം ഒന്നുമില്ല. നമ്മുടെ ഡോക്ടർ സുദർശന് എന്തൊരു ആക്സിഡന്റ് പറ്റി. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. അയ്യോ, എന്തെങ്കിലും സീരിയസ് ആയി? നാൻസിയുടെ നടുക്കം കണ്ട് പതിയെ അവളുടെ ചുമലിൽ തട്ടി സാം. ഏയ്, പ്രശ്നമൊന്നുമില്ല. ചെറിയ പരിക്കേ ഉള്ളൂ. ഞാനൊന്ന് പോയി വരാം. താൻ ഡോർ ലോക്ക് ചെയ്ത് കിടന്നു. വരുമ്പോൾ വിളിക്കാം ഞാൻ. സാം വേഗത്തിൽ ഡ്രസ് ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി കാറിലേക്ക് കയറി. ഗേറ്റ് കടന്നുപോയ വണ്ടി കണ്ണിൽ നിന്നും മായുന്നത് വരെ നോക്കി നിന്നു നാൻസി. സാം ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മെഡിക്കൽ കോളേജ് പോലീസ് ഓഫീസേഴ്സ് അവനരികിലേക്ക് എത്തി. ഡോക്ടർ സുദർശനെ എവിടെയാണ് അഡ്മിറ്റ് ചെയ്തേക്കുന്നത്? ഇവിടെ കാഷ്വാലിറ്റിയിലുണ്ട് സർ. പ്ലീസ് കം. അവൻ കാഷ്വാലിറ്റിയിലേക്ക് നേരെ നടക്കുമ്പോഴേക്കും അൻവറും എത്തിയിരുന്നു. അകത്തേക്ക് കയറുമ്പോൾ സാം കണ്ടു കയ്യിലെ മുറിവിൽ ഡ്രസ് ചെയ്ത് ബെഡിലിരിക്കുന്ന സുദർശനെ. അവരെ കണ്ട മാത്രയിൽ എഴുന്നേൽക്കാനാഞ്ഞു അയാൾ. വല്ലാത്തൊരു ഭീതിയും പരവേശവും ആ മുഖത്ത് തെളിഞ്ഞു നിന്നു. ഇരിക്കൂ ഡോക്ടർ. എന്താ പറ്റിയത്? ആരാ നിങ്ങളെ അറ്റാക്ക് ചെയ്തെന്ന് കണ്ടു? സാം ഡോക്ടറിനരികിലായുള്ള ചെയറിലേക്ക് ഇരുന്നു. കണ്ടു സർ, ഞാൻ വ്യക്തമായി കണ്ടു. ഇത് അവനാണ്. അന്ന് ഓഫനേജിൽ വന്ന, ഇന്ന് രാവിലെ ഫോട്ടോയിൽ കണ്ട അവൻ. എന്നെ ടാർഗറ്റ് ചെയ്ത് തന്നെ വന്നതാണ്. മോട്ടോർ ബൈക്കിൽ വന്ന് കാറിന് വട്ടം വെച്ചു. അവന്റെ കയ്യിലൊരു വാളുണ്ടായിരുന്നു. ഒറ്റവെട്ട് വെട്ടിയപ്പോഴേക്കും എതിരെ ഒരു വണ്ടിയുടെ വെട്ടം കണ്ടു. അതോടെ അവൻ പിന്മാറി. നടുക്കം വിട്ടുമാറാതെ സുദർശൻ മറുപടി പറയുമ്പോൾ അത് കേട്ട് സാമും അൻവറും മുഖാമുഖം നോക്കി. ഇത് ഡോക്ടർക്കിട്ടുള്ള പണിയാണ് സർ. രാവിലെ അവനെ തിരിച്ചറിഞ്ഞിരുന്നല്ലോ ഡോക്ടർ. ഒരു സൈഡിൽ നിന്നും അവൻ തെളിവുകൾ നശിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പ്, നമുക്കിടയിലെ വിവരങ്ങൾ ചോർത്തപ്പെടുന്നുണ്ട്. അൻവറിന്റെ വാക്കുകൾ കേട്ട് കൂടുതൽ പരിഭ്രാന്തനായി സുദർശൻ. അതുകണ്ട് അയാളുടെ കയ്യിലേക്ക് പതിയെ പിടിച്ചു സാം. ഡോക്ടർ, ഡോൺ വറി. ഞങ്ങളൊപ്പമുണ്ട്. നിങ്ങൾ സേഫാണ് ഇവിടെ. ഇനി ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടക്കില്ല. അവനെ പോട്ടും ഞങ്ങൾ. ഇപ്പോൾ നിങ്ങൾ റെസ്റ്റ് എടുക്കൂ. ഞങ്ങളൊന്ന് കറങ്ങി വരാം. ആ വാക്കുകളിൽ വിശ്വാസമായിരുന്നു സുദർശന്. പോലീസുകാരെ അവിടെ ഡ്യൂട്ടിക്കിട്ട് പുറത്തേക്കിറങ്ങി ജീപ്പിനരികിലായി നിന്നു സാം. ഇനി എന്താണ് സാർ പ്ലാൻ? പിന്നാലെ എത്തിയ അൻവർ സംശയത്തോടെ നോക്കുമ്പോൾ ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടോട് ചേർത്ത് കത്തിച്ചു സാം. ഒരെണ്ണം അൻവറിനും നൽകി. ഒരു പുക ഉള്ളിലേക്കെടുത്ത ശേഷം പതിയെ ജീപ്പിലേക്ക് ചാരി നിന്നു അവൻ. പൂട്ട അൻവർ, ഇനിയും ലേറ്റ് ആക്കണ്ട. അവൻ ഈ സിറ്റിയിൽ തന്നെ എവിടെയോ മറഞ്ഞു. അതുറപ്പ്. കണ്ടെത്തണം ആദ്യം അവനെ. അവനിലൂടെ അവന്റെ യജമാനെയും. ആ വാക്കുകളിൽ ഒരു വേട്ടക്കാരന്റെ ശൗര്യമുണ്ടായിരുന്നു. അതെ സർ, എന്റെ മനസ്സും അത് തന്നെ പറയുന്നു. അവനെ ഇനിയും ഇങ്ങനെ കളിക്കാൻ വിട്ടൂടാ. പൂട്ടണം. അൻവറിലും ആ ശൗര്യം പകർന്നു കിട്ടി. ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള ഏക വെല്ലുവിളി രമ്യയുടെ ജീവനാണ്. ആ കുട്ടിക്ക് ആപത്തൊന്നും സംഭവിക്കാൻ പാടില്ല. ഒപ്പം അഞ്ജനിക്കും. സാം പറഞ്ഞു നിർത്തുമ്പോൾ അത് ശരിവെച്ചുകൊണ്ട് തലയാട്ടെ അൻവർ. അരുവിക്കര ആ ഓഫനേജിന്റെ ഭാഗങ്ങളിൽ പെട്രോളിംഗ് സ്ട്രോങ് ആക്കാൻ വിളിച്ചു പറയാൻവ. ഇന്നിനി നമുക്ക് ഇറങ്ങണ്ട. സമയം ഒരുപാട് വൈകിയില്ലേ. ബാക്കിയൊക്കെ നാളെയാകാം. നാളെ രാവിലെ എത്തണം താൻ. നമ്മുടെ ആദ്യത്തെ ശ്രമം ആ ഓംനി വാൻ കണ്ടെത്തുക എന്നതാണ്. പമ്പിലെ ആ ചെക്കൻ്റെ മൊഴി പ്രകാരം അതിലൊരു സ്റ്റിക്കറുണ്ട്. ഒരു കോഴി ഫാമിൻ്റെ. അത് കണ്ടെത്തിയാൽ നമ്മുടെ വഴികൾ കൂടുതൽ എളുപ്പമാകും. ഓക്കെ സർ, ഞാൻ രാവിലെ തന്നെ എത്താം. അൻവർ മറുപടി പറയവേ അവനോട് യാത്ര പറഞ്ഞ് സാം പതിയെ കാറിലേക്ക് കയറി. അവന്റെ വണ്ടി കണ്ണിൽ നിന്ന് മായുമ്പോൾ പതിയെ തന്റെ ബുള്ളറ്റിലേക്ക് കയറി അൻവറും. പതിയെ ആ ബുള്ളറ്റും അവിടെ നിന്നും അകന്നു. അതേസമയം തന്നെ അവരിൽ നിന്നും ഏറെ അകലെ ഒരു വിജനമായ പ്രദേശത്ത്
അവൻ ജീവന്റെ അവസാന തുടിപ്പുമായി പിടയുകയായിരുന്നു. പോലീസ് വരച്ച രേഖാചിത്രത്തിലുള്ള രാവിലെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞ, ഇപ്പോൾ ഡോക്ടറെ അപായപ്പെടുത്താൻ ശ്രമിച്ച കൊലയാളിയുടെ വലം കൈയായ കോഴിഫാമിലെ ജോലിക്കാരനായ ആ തമിഴൻ. കഴുത്തിൽ നിന്നും കുടുകുടെ ഒഴുകിയ ചോരയിൽ കുതിർന്നിരുന്നു അവന്റെ ശരീരം. കടവുളെ! ഉറക്കി ഒന്ന് നിലവിളിക്കുമ്പോൾ അവന്റെ ശരീരം ഒരു ഞരക്കത്തോടെ നിശ്ചലമായി. ജീവന്റെ അവസാന തുടിപ്പും ആ ശരീരം വിട്ടകന്നു. കളി മുറുകുകയാണ്. സാം പറഞ്ഞ പോലെ അവൻ തെളിവുകൾ ഒന്നൊന്നായി നശിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇനിയുള്ള ഓരോ നിമിഷങ്ങളും ഓരോ നീക്കങ്ങളും ഏറെ വിലപ്പെട്ടവയാണ്. പിറ്റേന്ന് രാവിലെ അൻവർ ഓഫീസിലെത്തുമ്പോൾ സാം മീറ്റിംഗ് റൂമിലായിരുന്നു. സാറെന്താ രാവിലെ തന്നെ ഇവിടെ? മീറ്റിംഗ് റൂമിലേക്ക് എത്തുമ്പോൾ പ്രൊജക്ടറിന്റെ സഹായത്താൽ ചുവരിൽ ആറ്റിങ്ങൽ പ്രദേശത്തിന്റെ മാപ്പ് പ്രദർശിപ്പിച്ചിട്ടുള്ളതും ശ്രദ്ധിച്ചു അവൻ. സർ, രാവിലെ തന്നെ മാപ്പൊക്കെ ആയിട്ട് എന്താ പരിപാടി? എന്തേലും ഹിൻസ്? ആ ചോദ്യം കേട്ട് പതിയെ കയ്യിലിരുന്ന സ്റ്റിക്ക് ചുവരിലേക്ക് നീട്ടി സാം. അൻവർ, ദേ കാണുന്നതാണ് ഐലം പ്രദേശം. ഈ പ്രദേശത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും വാമനപുരം നദിയുടെ തീരമാണ്. ദേ മാപ്പിൽ അത് വ്യക്തം. നദിയുടെ മറുകര കരവാരം, നഗരൂർ ഈ ഗ്രാമപഞ്ചായത്തുകളുടെ കീഴിലുള്ള ഗ്രാമപ്രദേശങ്ങളാണ്. കട്ടപ്പറമ്പ്, ഇരമം, പിന്നെ കോട്ടയ്ക്കൽ, അങ്ങനെ പേരുള്ള കുറേ പ്രദേശങ്ങൾ. ഒന്ന് നിർത്തി പതിയെ തിരിഞ്ഞു അവൻ. അഞ്ജനയുടെ ഫോൺ സിഗ്നൽ കട്ടാകുന്നത് ഐലം ടവറിന്റെ കീഴിലാണ്. അതിൻ പ്രകാരം നമ്മൾ ഇന്നലെ ഐലം പ്രദേശം മുഴുവനായി അരിച്ചു പെറുക്കിയിട്ടും ഒന്നും തന്നെ കിട്ടിയില്ല. ഇനി ഇവിടെ കൂടുതൽ തെരഞ്ഞിട്ടും കാര്യമൊന്നും ഉണ്ടാകില്ലെന്നാണ് സിഐയും പറയുന്നത്. സാം പറഞ്ഞു നിർത്തുമ്പോൾ സംശയത്തോടെ തന്നെ നോക്കി നിന്നു അൻവർ. അത് ശ്രദ്ധിച്ചുകൊണ്ട് വീണ്ടും തുടർന്നു അവൻ. അൻവർ, ഇന്നലെ നിന്റെ വീട്ടിൽ നിന്ന് ഞാനിറങ്ങി നേരെ ആറ്റിങ്ങലിൽ വന്നു. അവിടെ ആറ്റിങ്ങൽ സ്റ്റേഷനോട് ചേർന്നുള്ള ഒരു ബേക്കറിയിൽ കയറി ചായ കുടിച്ചിരിക്കെ അതിന്റെ ഓണറുമായി ഒന്ന് പരിചയപ്പെട്ടു. പറഞ്ഞു വന്നപ്പോൾ കക്ഷിതേ ഈ ഐലത്തിന്റെ ഓപ്പോസിറ്റ് വാമനപുരം നദിക്കെതിരെയുള്ള ഇരമം എന്ന ഗ്രാമപ്രദേശത്താണ് താമസിക്കുന്നത്. അവിടെയൊക്കെ തനി നാടൻ ഗ്രാമപ്രദേശം തന്നെയാണ്. പാടങ്ങളും കാടും കുന്നും എല്ലാം ഉണ്ട്. അതൊക്കെ കേട്ടപ്പോൾ മനസ്സിൽ ചെറിയ സംശയങ്ങൾ തോന്നി. സോ ആ പ്രദേശങ്ങളെപ്പറ്റിയും മൊബൈൽ നെറ്റ്വർക്കുകളെപ്പറ്റിയും അയാളോടായി കാഷ്വലായി നടത്തിയ സംഭാഷണത്തിൽ ഒരു കാര്യം വ്യക്തമായി. വെറും സംശയം മാത്രമല്ല എനിക്ക് തോന്നിയത്. ഈ ഐലം ടവറിന്റെ സിഗ്നൽ ഐലത്ത് മാത്രമല്ല, നേരെ ഓപ്പോസിറ്റുള്ള ഇരമം എന്ന പ്രദേശത്തിന്റെ ചില ഭാഗങ്ങളിലും കിട്ടാറുണ്ട്. അത്രയ്ക്ക് അടുത്ത് കിടക്കുകയാണ് ആ ഗ്രാമം. കയ്യിലെ സ്റ്റിക്ക് മാപ്പിലേക്ക് ചൂണ്ടി സാം പറഞ്ഞു നിർത്തുമ്പോൾ അൻവറിന്റെ മുഖത്ത് കൗതുകം നിറഞ്ഞു. സർ, അപ്പോൾ പറഞ്ഞു വരുന്നത്? അതെ അൻവർ, ഞാൻ ഇന്നലെ ഈ വിവരം നിങ്ങളോട് മനഃപൂർവ്വം പറയാതിരുന്നതാണ്. കാരണം വ്യക്തമായൊരു ധാരണയില്ലാതെ ഒരു ബേക്കറി ഓണർ പറഞ്ഞത് മാത്രം കേട്ടെടുത്ത് ചാടിയാൽ ചിലപ്പോൾ ആ സമയം മതിയാകും പ്രതികൾക്ക് രക്ഷപ്പെടാൻ. ഇന്നിപ്പോ ആ സിം നെറ്റ്വർക്കിലെ എക്സിക്യൂട്ടീവുമായി സംസാരിച്ചു ഞാൻ. സംശയം ശരിയാണ്. അയലത്തുള്ള അവരുടെ ടവറിൽ നിന്നും ഇരമം എന്ന ഗ്രാമത്തിന്റെ ചില പ്രദേശങ്ങളിലേക്കും സിഗ്നൽ പോകുന്നുണ്ട്. സാം പറഞ്ഞതൊക്കെയും കേട്ട് വാപ്പൊളിച്ചു നിൽക്കുകയായിരുന്നു അൻവർ. സർ, എങ്കിൽ ഈ പ്രദേശം കൂടി ഉടനടി അരിച്ചു പറക്കേണ്ടതില്ലേ? ഉറപ്പായും ആ കുട്ടികൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അതെ അൻവർ, അതുതന്നെയാണ് എൻ്റെ ഈ നിഗമനം. ഒന്നുകിൽ അവിടെ എവിടെയെങ്കിലും, അല്ലെങ്കിൽ നദി മുറിച്ചു കടന്ന് അതുവഴി കയറി അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ പെറ്റി കേസ് എന്ന് പറഞ്ഞ് ബേക്കറി ഉടമയെ നമുക്ക് കിട്ടിയ ആ ഫോട്ടോ കാണിച്ചിട്ട് പുള്ളിക്ക് പരിചയമൊന്നുമില്ല. അവിടെ അടുത്തുള്ള നഗരൂർ സ്റ്റേഷൻ SI എൻ്റെ പരിചയക്കാരനാണ്. അയാൾക്ക് ഞാൻ കൊലയാളിയുടെ ഫോട്ടോ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. അതുമായി ഓൾറെഡി അയാൾ ഈ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ ആരെങ്കിലും ആ ഫോട്ടോ തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി എളുപ്പമായി. എന്തായാലും ഏത് സമയവും ഒരു യാത്രയ്ക്ക് റെഡിയായിക്കോ താൻ. ആ വാക്കുകൾ അൻവറിന്റെ സിരകളിൽ ഊർജമായി. അപ്പോൾ നമ്മൾ ഈ കേസിന്റെ അവസാനത്തിലേക്ക് അടുക്കുകയാണല്ലേ സർ? അതെ അൻവർ, ഇനി അധികം വൈകില്ല. പക്ഷേ കുറച്ചു കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. വീണ്ടും അൻവർ സംശയത്തോടെ നോക്കുമ്പോൾ പതിയെ അവനരികിലായി ചെന്നിരുന്നു സാം. അൻവർ, നമുക്ക് ആ സമ്പത്തിനെ ഒന്ന് കാണണം. അതിനുള്ള സമയമായി. ഒപ്പം തന്നെ ആ ബസ് ജീവനക്കാരനെയും. ഏത് ബസ് ജീവനക്കാരനാണ് സാർ? അൻവർ, ആ മിനിസ്റ്ററുടെ വണ്ടി ആക്സിഡന്റ് ആയപ്പോൾ പിന്നാലെ ഒരു ബസ് ഉണ്ടായിരുന്നു എന്ന് താൻ പറഞ്ഞില്ലേ? അതേ ബസ് ജീവനക്കാരൻ. ഇത്തവണ ആകെ ആശയക്കുഴപ്പത്തിലായി അൻവർ. അതെന്തിനാ സാർ? അതൊരു നാച്ചുറൽ ആക്സിഡന്റ് അല്ലേ? അപ്പൊ പിന്നെ എന്താ? നമുക്ക് നോക്കാൻ വാ. കുന്തം പോയാൽ കൊടുത്തലും തമിഴെന്നാണല്ലോ. മറുപടി പറഞ്ഞ് നിർത്തുമ്പോഴാണ് പമ്പിലെ ചെക്കനെ കൊണ്ട് രേഖാചിത്രം വരപ്പിക്കാൻ പറഞ്ഞിരുന്നത് അവൻ ഓർത്തത്. അൻവർ, എന്തായി ആ രേഖാചിത്രം? ആ താടിക്കാരൻ്റെ? അപ്പോഴാണ് ആ കാര്യം അൻവറും ഓർത്തത്. അയ്യോ സർ, അത് മറന്നു. സ്കെച്ച് അല്പം മുന്നേ വാട്സപ്പിൽ കിട്ടിയ എനിക്ക്. വെപ്രാളത്തിൽ ഫോൺ കയ്യിലേക്കെടുത്ത് ആ ഫോട്ടോ ഓപ്പണാക്കി സാമിനെ നേരെ നീട്ടിയവൻ. ആകാംക്ഷയോടെ ആ ഫോട്ടോയിലേക്ക് നോക്കിയ സാമിന്റെ മിഴികൾ പതിയെ കുറുകി. കറുത്ത കൂളിംഗ് ഗ്ലാസ്, തലയിൽ തൊപ്പി, കട്ടത്താടി.
ഇത് നോക്കിയിട്ട് എങ്ങനെയാണ് അൻവർ ആളെ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഛേ. നിരാശയോടെ അവൻ മുഖം തിരിക്കുമ്പോൾ ഫോൺ പതിയെ പോക്കറ്റിലേക്ക് ഇട്ടു അൻവർ. അപ്പോഴാണ് സാമിന്റെ ഫോൺ റിംഗ് ചെയ്തത്. ആകാംക്ഷയോടെ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു സാം. പതിയെ അവന്റെ മിഴികളിലെ തിളക്കം അഗ്നിയായി മാറവേ മറുതലയ്ക്കിൽ നിന്നും എന്താകും പറയുന്നതെന്നും ഊഹിച്ചു അൻവർ. കോള് കട്ടാക്കി തിരിയുമ്പോൾ സാം ഏറെ ആവേശത്തിലായിരുന്നു. അൻവറെ, ജീപ്പിറക്കടോ. അത്രമാത്രം കേട്ടാൽ മതിയായിരുന്നു അൻവറിന്. കാര്യം മനസ്സിലാക്കി വേഗത്തിൽ അവൻ പുറത്തേക്ക് പാഞ്ഞു. പിന്നാലെ സാമു. നിമിഷങ്ങൾക്കകം അലാറം മുഴക്കിക്കൊണ്ട് അവരുടെ ജീപ്പും അവിടെ നിന്ന് പുറപ്പെട്ടു. റോഡിലൂടെ ശരവേഗത്തിൽ ജീപ്പ് പായിച്ചു അൻവർ. ആ സമയം കമ്മീഷണർ ആനന്ദ് മേനോന്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു സാം. സർ, ഞങ്ങൾ ഹണ്ടിങ്ങിന് ഇറങ്ങുകയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്കകം തന്നെ ആ ശുഭവാർത്ത സാറിന്റെ ചെവിയിലേക്ക് എത്തും. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് സാർ DGPയുമായി ഒരു മീറ്റിംഗിന് പെർമിഷൻ എടുക്കണം. ഏകദേശം നിഗമനത്തിലെത്തിക്കഴിഞ്ഞു ഞാൻ. ഈ കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് ആ മീറ്റിംഗിൽ സമർപ്പിക്കാം. മറുതരക്കിൽ കോൾ അറ്റൻഡ് ചെയ്യപ്പെട്ട നിമിഷം ഇത്രയും ഒറ്റവാക്കിൽ പറഞ്ഞു സാം. എന്താണ് സാം, എന്താ കാര്യം? ഒന്ന് തെളിച്ചു പറയൂ. അതൊക്കെയും കേട്ട് ആനന്ദ് മേനോനും ആശയക്കുഴപ്പത്തിലായി. സർ, ഇന്നലെ കിഡ്നാപ്പിന് ഉപയോഗിച്ച വണ്ടി ഓടിച്ചവന്റെ പേര് സെൽവം. തമിഴ്നാട് സ്വദേശി. ആറ്റിങ്ങൽ കട്ടപ്പറമ്പിനോട് ചേർന്നുള്ള ഇരമം എന്ന ചെറിയ ഗ്രാമത്തിൽ വാമനപുരം നദിക്ക് തീരത്തായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു കോഴി ഫാമിലെ ജീവനക്കാരൻ. അതേ ഫാമിന്റെ പേര് സ്റ്റിക്കർ ഒട്ടിച്ച ഒമ്നി വാനിലാണ് അന്ന് ആദ്യത്തെ കുട്ടിയായി ധന്യ കടത്തപ്പെട്ടത്. അല്പനേരം മുന്നേ പമ്പിലെ ജീവനക്കാരൻ അത് കൺഫേം ചെയ്തു. നമുക്ക് കിട്ടിയ വിവരങ്ങളനുസരിച്ച് കിഡ്നാപ്പ് ചെയ്യപ്പെട്ട രമ്യയും അഞ്ജനയും ഇപ്പോൾ ആ കോഴി ഫാമിനോട് ചേർന്നുള്ള വീട്ടിൽ തന്നെ ഉണ്ടാകും. സ്റ്റേഷനിൽ നിന്നും പോലീസ് എത്തി ആ വീട് നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അവിടേക്ക് പോവുകയാണ് സർ. ഒറ്റ ശ്വാസത്തിലുള്ള വിശദീകരണം കേട്ട് കോരിത്തെരിച്ചു പോയി ആനന്ദ് മേനോൻ. വെരി ഗുഡ് ജോബ് സാം, ഗ്രേറ്റ്. ഞാനിപ്പോൾ തന്നെ DGP ഓഫീസിലേക്ക് പോകാം. മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. ശുഭവാർത്തയുമായി തന്നെ നേരെയങ്ങ് പോരെ. ഓൾ ദി ബെസ്റ്റ്. ആ കോള് കട്ടാക്കുമ്പോൾ ആനന്ദ് മേനോൻ ഏറെ ആവേശത്തിലായിരുന്നു. എന്താ സാർ, എന്താ ഇത്രയ്ക്ക് സന്തോഷം? തൊട്ടു മുന്നിലിരുന്ന നിർമ്മൽ ദാസ് ചോദിക്കുമ്പോൾ പുഞ്ചിരിയോടെ അയാളെല്ലാം വിവരിച്ചു. ഗുഡ് ജോബ്. അപ്പോ സാം അടുത്തെത്തിയല്ലേ? നിർമ്മൽ ദാസിന്റെ മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു. ആ സമയം സാം തന്റെ നിഗമനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അൻവർ, നമ്മുടെ സംശയങ്ങൾ ശരിയാണെങ്കിൽ ഈ തമിഴൻ വെറും സഹായി മാത്രമാകാം. കാരണം പ്രാഥമിക വിദ്യാഭ്യാസം പോലുമില്ലാത്ത ഇവനെ കൊണ്ട് പ്ലാൻഡായി കൊലപാതകങ്ങൾ നടത്തുവാനും ഒരു തെളിവുമില്ലാതെ ബോഡികൾ ഉപേക്ഷിക്കാനൊന്നും കഴിയില്ല. അതെ സർ, എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. അൻവർ അഭിപ്രായപ്പെടുമ്പോൾ ഒരു നിമിഷം മനസ്സിൽ ചില കാര്യങ്ങൾ റിവൈൻഡ് ചെയ്തു സാം. അന്ന് എനിക്ക് വന്ന ആ കോൾ, അത് അവൻ കൂടുതൽ ആത്മവിശ്വാസത്തിലെത്തിയെന്നുള്ളതിന്റെ തെളിവാണ്. ആ ലൊക്കേഷൻ നമുക്ക് കിട്ടാതെ പോയി. പക്ഷേ അമിതമായ ആത്മവിശ്വാസം നമ്മളെ കൂടുതൽ കുഴപ്പങ്ങളിൽ ചാടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? സോ അവൻ പെടും. അറിയാതെ തന്നെ വന്ന് പെട്ടോടും. ഭാഗ്യമുണ്ടേ ഇന്ന് തന്നെ. അതുപോലെ തന്നെ ആ ഒമ്നി വാൻ, അതും കയ്യിൽപ്പെടും അൻവർ. സാം ഓർമ്മകളിൽ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് അൻവറിന്റെ ഫോൺ റിംഗ് ചെയ്തു. നോക്കുമ്പോൾ ഡിസ്പ്ലേയിൽ തെളിഞ്ഞത് DYSP സാദിഖിന്റെ നമ്പറായിരുന്നു. സാദിഖ് സർ, എന്താ പതിവില്ലാതെ? സംശയത്തോടെ കോൾ ബട്ടൺ അമർത്തിയവൻ. ഡ്രൈവിംഗിലായതുകൊണ്ട് തന്നെ ലൗഡ് സ്പീക്കർ ഓണാക്കി. അൻവർ, നിങ്ങൾ എവിടെയാണ്? ഞാനിവിടെ കോഴിഫാം ഇരിക്കുന്ന സ്ഥലത്ത് കുറച്ചകലെയായി വെയിറ്റിംഗ് ആണ്. നിങ്ങളെത്തുമ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. സാദിഖിന്റെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം സംശയത്തോടെ മുഖാമുഖം നോക്കി സാമും അൻവറും. സാർ എങ്ങനെ എത്തി അവിടെ? ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട, പറയുന്നതനുസരിച്ചാൽ മതി. ഞാൻ ഡ്യൂട്ടി ജോയിൻ ചെയ്തു. മാത്രമല്ല ഇനിയിപ്പോൾ വേണേ താൻ റെസ്റ്റ് എടുത്തോ. സാം സാറിനൊപ്പം ഞാനുണ്ടല്ലോ. ആ മറുപടി കേട്ട് ഒരു നിമിഷം സാം നെറ്റിൽ ഒളിച്ചു. അൻവർ അപ്പോൾ സാമിന്റെ മുഖത്തേക്കാണ് നോക്കിയത്. ശേഷം പതിയെ മറുപടി നൽകിയവൻ. ഞങ്ങളിപ്പോൾ എത്തും സാർ. സാം സാറും ഉണ്ടൊപ്പം. അവിടെ വെച്ച് കാണാം. ഓക്കെ. സ്ഥലത്തെത്താറാകുമ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഇവിടെ ഇപ്പോൾ എൻ്റെ കൺട്രോളിലാണ്. കോള് കട്ടാക്കുമ്പോൾ അൻവറിന്റെ മുഖത്തും സംശയത്തിന്റെ കരിനിഴൽ മിന്നിമാഞ്ഞു. സാർ, ഈ സാദിഖ് സാർ എന്താ പെട്ടെന്ന് ഒരു തിരിച്ചുവരവ്? മാത്രമല്ല ഞാൻ മുന്നേ സൂചിപ്പിച്ചിരുന്നു, അന്ന് ട്രീറ്റ്മെന്റിന് പോയ പിന്നെ പുള്ളിക്ക് എന്നോട് എന്തോ ഒരു ചൊറിച്ചിലുണ്ട്. അന്ന് 2ാമത്തെ ദിവസം സാർ സാദിഖ് സാറിനെ വിളിക്കാതെ നേരിട്ട് എന്നെ വിളിച്ചു. ആ റെയിൽവേ ട്രാക്കിൽ ഇൻവെസ്റ്റിഗേഷന് പോയെന്ന് അന്ന് മുതൽ തുടങ്ങിയതാണ്. എന്നെ നല്ലോണം ചൊറിയുന്നുണ്ട്. ഒപ്പം എന്നെ ഒഴിവാക്കി സാറിനൊപ്പം ഇടിച്ചു കയറാൻ ശ്രമിക്കുന്ന പോലെ തോന്നുന്നു. മാത്രമല്ല പെട്ടെന്നുള്ള ഈ വരവിൽ എനിക്കെന്തോ ഒരു പന്തികേട് മണക്കുന്നു. ചിലപ്പോൾ തോന്നലാകാം. അൻവർ പറഞ്ഞു നിർത്തുമ്പോൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി സാം. എന്താ അൻവർ, എന്താ നിന്റെ സംശയം? അത് സാർ, അന്ന് ആ സമ്പത്തിന്റെ പഴയ കേസ് ഡീറ്റെയിൽസ് എടുത്തപ്പോൾ അതിൽ നിന്നും ആ ഒമ്നി വാനിന്റെ ഫോട്ടോസ് നമ്മൾ കണ്ടിരുന്നല്ലോ. ആ കേസ് അന്വേഷിച്ചത് സാദിഖ് സാറാണ്. പിന്നീട് അതേ നമ്പറിൽ ഒരു ഒമ്നി വാൻ തന്നെ കിഡ്നാപ്പിങ്ങിന് ഉപയോഗിക്കുന്നു. ഇപ്പോഴേ സാറിന്റെ അപ്രതീക്ഷിതമായ പ്രത്യക്ഷപ്പെടൽ.
ഒപ്പം ഇടിച്ചു കയറാനൊരു ശ്രമം. ഇനി ഇങ്ങർക്ക് എന്തെങ്കിലും പങ്കുണ്ടാകുമോ? അൻവറിന്റെ വാക്കുകൾ കേട്ട് മറുപടിയൊന്നും പറയാതെ മൗനമായി സാം. ആ സംശയം അപ്പോൾ അവന്റെ ഉള്ളിലും അസ്വസ്ഥതകൾ തീർത്തിരുന്നു. നമുക്ക് നോക്കാൻ വ. മറുപടി പറഞ്ഞുകൊണ്ടവൻ പതിയെ സീറ്റിലേക്ക് തലചായ്ച്ചു. കോഴി ഫാം ഇരിക്കുന്ന സ്ഥലത്തിന് 2 കിലോമീറ്റർ ഇപ്പുറം കടവിള എന്ന ജംഗ്ഷനിൽ അവരെത്തുമ്പോൾ നഗരൂർ സ്റ്റേഷൻ SI അവർക്കായി അവിടെ കാത്തുനിന്നിരുന്നു. കണ്ടപാടെ ഓടി അരികിലേക്കെത്തി സാമിന് സല്യൂട്ട് നൽകിയ അയാൾ, സർ, ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു ഒറ്റപ്പെട്ട താഴ്ന്ന പ്രദേശമാണത്. തൊട്ടടുത്തെങ്ങും വേറെ വീടുകളില്ല. പിന്നെ അടുത്ത കാലങ്ങളായി രാത്രി സമയങ്ങളിൽ പലപ്പോഴും വണ്ടികൾ വന്നു പോകുന്ന വെച്ച് കേൾക്കാറുണ്ടെന്ന് സമീപവാസികളിൽ പലരും മൊഴി നൽകിയിട്ടുണ്ട്. പിന്നെ ഈ തമിഴൻ പുറത്തേക്കൊന്നും പോകാറില്ല. വളരെ യാദൃശ്ചികമായി സമീപവാസിയെ ഒരാളെ കാണാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇവനെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിച്ചത് തന്നെ. SIയുടെ വിവരണം കേൾക്കുമ്പോൾ ഉറപ്പായും കുട്ടികൾ അവിടെ തന്നെ ഉണ്ടാകുമെന്നത് ഉറപ്പിച്ചു സാം. നമ്മുടെ പോലീസുകാർ പരിസരത്ത് തന്നെയില്ലേ? ആ ചോദ്യം കേട്ട SI ആദ്യമൊന്ന് പരിങ്ങി, ശേഷം തുടർന്നു. സർ, ഒരു പഴയ മോഡൽ വീടുണ്ട്. അവിടെ ജോലിക്കാരന് താമസിക്കാനായി. അതിന്റെ മുന്നിലായി കോഴി ഫാമും. അത് കഴിഞ്ഞാൽ പിന്നെ വാമനപുരം നദി. ചുറ്റുപാടുകൾ മുഴുവൻ കാട് പിടിച്ചു കിടക്കുന്ന പുരയിടങ്ങളുമാണ്. ആകെ മൊത്തത്തിൽ ഒരു ക്രൈം ചെയ്യാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ. ആദ്യം ഞങ്ങൾ ആ ഭാഗം മുഴുവൻ കവർ ചെയ്തതാണ്. പക്ഷേ DYSP സാദിഖ് സാർ വന്ന് എല്ലാവരോടും മാറാൻ പറഞ്ഞു. തൽക്കാലം ആ ഫാമിലേക്ക് പോകുന്ന റോഡിൽ വെയിറ്റ് ചെയ്താൽ മതിയെന്ന് പുള്ളി പറഞ്ഞു. സംശയം തോന്നിയാൽ ചിലപ്പോൾ അവൻ അറ്റാക്ക് ചെയ്തേക്കുമെന്നും സാർ പറഞ്ഞു. ആ മറുപടി കേട്ട് സാമിന് അരിശം കയറിയിരുന്നു. അവന് മാത്രമല്ല, അൻവറിനും. ഇയാൾക്കിത് എന്തിൻ്റെ കേടാണ് ഇതിനിടയ്ക്ക് കയറി ഉണ്ടാക്കാൻ? രോഷം കടിച്ചമർത്തി സാം. താൻ വണ്ടിയിലേക്ക് കയറ്, ലേറ്റാകാതെ നമുക്ക് സ്പോട്ടിലേക്ക് പോകാം. ആ നിർദ്ദേശം കേട്ടപാടെ ജീപ്പിന്റെ പിന്നിലേക്ക് കയറി SI. നിമിഷങ്ങൾക്കകം അവരുടെ വണ്ടി സ്പോട്ടിലേക്ക് യാത്രയായി. പിന്നാലെ SI വന്ന ജീപ്പും. ലൊക്കേഷനിൽ എത്തുമ്പോൾ 3 ജീപ്പ് നിറയെ പോലീസുകാർ അവർക്കായി കാത്തു നിന്നിരുന്നു. അവർക്ക് മുന്നിലായി തന്നെ സാധിക്കുമുണ്ടായിരുന്നു. സാം ജീപ്പിൽ നിന്നും ഇറങ്ങവേ ഓടി അരികിലെത്തി സല്യൂട്ട് നൽകി അവൻ. ശേഷം അൻവറിന് നേരെ തിരിഞ്ഞു. ഡോ, തന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ എത്താറാകുമ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യണമെന്ന്. എന്നിട്ടെന്താ അനുസരിക്കാൻ പാട്? സാദിഖിന്റെ ഒച്ച ഉയരുമ്പോൾ മിണ്ടരുതെന്ന് വിരലുകൊണ്ട് ആംഗ്യം കാട്ടി സാം. അതോടെ അവൻ നിശബ്ദനായി. ചുറ്റുമൊന്ന് നിരീക്ഷിക്കവേ SI പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായി അവന്. സാമിന്റെ നിർദ്ദേശപ്രകാരം നിമിഷങ്ങൾക്കകം വീണ്ടും ആ വീടിനും ഫാമിനും ചുറ്റുമായും പോലീസുകാർ നിരന്നു. പതിയെ തന്റെ ഗൺ കയ്യിലേക്കെടുത്തു സാം. ഒച്ചയുണ്ടാക്കാതെ അവൻ പതിയെ മുന്നിലേക്ക് നടന്നു. പിന്നാലെ അൻവറും. പതിയെ നടന്നവർ ആ വീടിനരികിലെത്തി. വളരെ പഴക്കം ചെന്നൊരു വീടായിരുന്നു അത്. എങ്ങും നിശബ്ദത പരന്നു. ഏതു നിമിഷവും ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നു അവർ. എന്നാൽ ആ പ്രതീക്ഷകളെ തെറ്റിക്കുമാറ് ആ വീടിന്റെ മുൻഡോറ് തുറന്നു കിടന്നിരുന്നു. കൂടുതൽ ശ്രദ്ധാലുവാകുവാൻ അൻവറിന് നിർദ്ദേശം നൽകി വീടിന്റെ മുൻവശത്തേക്ക് കടന്ന സാം ഒരു നിമിഷം നടുങ്ങിപ്പോയി. വീടിന്റെ മുൻഡോറിനരികിൽ നിലത്തായി ചോര തളം കെട്ടിക്കിടക്കുന്ന പാടുകളുണ്ടായിരുന്നു. അൻവറും ആ കാഴ്ച കണ്ട് നടുങ്ങി. സാർ, ഇത്? സംശയത്തോടെ അവൻ സാമിനെ നോക്കി. സാമും അപ്പോൾ ഒരു ചെറിയ നടുക്കത്തിലായിരുന്നു. അല്പസമയം നിശബ്ദനായ ശേഷം ഒറ്റക്കുതിപ്പിന് മുൻഡോർ കടന്ന് ഉള്ളിലേക്ക് കയറി സാം. പിന്നാലെ അൻവറും കയറുമ്പോൾ സാദിഖ് പേടിച്ച് പുറത്തു തന്നെ നിന്നു. ഒപ്പമുള്ള പോലീസുകാരും അതിനോടകം അകത്ത് കയറിയിരുന്നു. തോക്ക് ചൂണ്ടിക്കൊണ്ട് തന്നെ അകം മുഴുവൻ അരിച്ചു പിറക്കിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. സാർ, നമുക്ക് തെറ്റിയോ? അൻവറിന്റെ ചോദ്യം കേട്ട് സാമും ഒരു നിമിഷം ആശയക്കുഴപ്പത്തിലായി. പക്ഷേ തെറ്റുപറ്റിയില്ലെന്നത് നിമിഷങ്ങൾക്കകം അവർക്ക് മനസ്സിലായി. അകത്തെ മുറിയിൽ നിന്നും 4 ബാഗുകൾ അവർ കണ്ടെടുത്തു. ഒപ്പം ഒരു ചുരിദാറിന്റെ ഷോളും പിന്നെ നിലത്തായി അവിടെയിവിടെയായി ഉണങ്ങിപ്പിടിച്ച ചോരപ്പാടുകളും. പരിശോധനയിൽ ആ ബാഗുകൾ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട 4 കുട്ടികളുടേതാണെന്ന് കണ്ടെത്തി. അൻവർ, അവൻ നമുക്ക് മുന്നേ കളിച്ചു. കുട്ടികളുമായി ആ മോൻ കടന്നുകളഞ്ഞു. അമർഷത്തോടെ സാം മുറിയുടെ ഭിത്തിയിൽ ആഞ്ഞടിച്ചു. അൻവർ ആവട്ടെ പ്രതീക്ഷകൾ അസ്തമിച്ച നിരാശയിൽ ചുവരിലേക്ക് ചാരി നിന്നു. ആ സമയമാണ് സാദിഖ് ഉള്ളിലേക്ക് എത്തുന്നത്. ഒറ്റ നോട്ടത്തിൽ കാര്യം മനസ്സിലാക്കിയ അവൻ, പൊടി പോലും ഇല്ലല്ലേ ബാക്കി? ഇവനെയൊക്കെ ഒപ്പം കൂട്ടിയാ ഇതല്ല ഇതിന്റെ അപ്പുറവും സംഭവിക്കും സർ. എന്നെപ്പോലുള്ള എക്സ്പീരിയൻസ്ഡായ ഓഫീസേഴ്സിന്റെ അഭാവമാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം. കിട്ടിയ അവസരത്തിൽ അൻവറിനിട്ട് ഒന്ന് കൊടുക്കാൻ മറന്നില്ല അവൻ. പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അൻവർ തുടിച്ചു നോക്കവേ അവന്റെ നേരെ ചെന്നു സാദിഖ്. എന്താടോ താൻ പല്ലുറുമെന്നേ? എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ? എടോ, ഇതിനു മുന്നേ ഒരു കേസിൽ നേരെ അറ്റൻഡ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ തനിക്ക്? ഞാൻ ലീവായിരുന്നപ്പോൾ കേസിന്റെ വിവരങ്ങൾ അറിയാൻ വിളിക്കുമ്പോൾ കോള് പോലും അറ്റൻഡ് ചെയ്യാറില്ലല്ലോ. എന്നിട്ടിപ്പോൾ എന്തായി, പിടിച്ചോ താൻ കൊലയാളിയെ? പുച്ഛത്തോടെ സാദിഖ് കത്തിക്കയറുമ്പോൾ സാമിന്റെ ക്ഷമ നശിച്ചിരുന്നു. പന്ന മോനെ, ഇവിടെ കിടന്ന് ഷോ ഇറക്കിയാലുണ്ടല്ലോ, ഇടിച്ചു പരിപ്പ് ഇളക്കും.
ആ അലർച്ച കേട്ട് ഞെട്ടിത്തിരിഞ്ഞ സാദിഖിന് ഒന്ന് പ്രതികരിക്കാൻ പോലും സാധിച്ചില്ല. അതിനു മുന്നേ അവന്റെ കഴുത്തിൽ കൈമുട്ട് കയറ്റി പിന്നിലേക്ക് തള്ളി ചുവരോട് ചേർത്തു സാം. ആ കാഴ്ച കണ്ട് അൻവറും നടുങ്ങിപ്പോയി. കുറച്ചു മുന്നേ എന്റെ നിർദ്ദേശം മറികടന്ന് താനൊരു ഷോ ഇറക്കിയത് ഞാനങ്ങ് ക്ഷമിച്ചു എന്ന് കരുതി എന്റെ പിള്ളേരുടെ മെക്കിട്ട് കയറാൻ വന്ന ചുരുട്ടിക്കൂട്ടി കളയും ഞാൻ. തന്റെ ഒടുക്കത്തെ ഈഗയൊക്കെ അങ്ങ് വീട്ടിലെ പെണ്ണുപിള്ളയോട് ആയിക്കോണം. അൻവർ എന്റെ അസിസ്റ്റന്റാണ്. അവന്റെ മേൽ കുതിര കയറാൻ ഇപ്പോൾ തനിക്ക് അധികാരമില്ല. കുട്ടികളെ കണ്ടെത്താൻ പറ്റാത്തതിലുള്ള നിരാശയും പ്രതിരക്ഷപ്പെട്ട ദേഷ്യവും എല്ലാം കൂടി സാദിഖിന് മേലങ്ങ് തീർത്തു സാം. സർ, എന്താ ഇത്? വിട്ടേക്ക് സർ, പ്ലീസ്. അൻവർ അവർക്കിടയിലേക്ക് കയറി സാമിനെ പിടിച്ചു മാറ്റി. പിടിവിട്ട് മാറവേ ശ്വാസം തിരിച്ചു കിട്ടിയ വെപ്രാളത്തിൽ നിലത്തേക്കിരുന്ന് ചുമച്ചുപോയി സാദിഖ്. ആ കാഴ്ച കണ്ട് കയറി വന്ന എസ്ഐയും നടുങ്ങിയിരുന്നു. എങ്ങനാടോ താൻ ഇത്ര പെട്ടെന്ന് തിരികെ ജോയിൻ ചെയ്തത്? തനിക്കെന്തോ സർജറി എന്നല്ലേ പറഞ്ഞത്? മാത്രല്ല ഞങ്ങളുടെ നീക്കം എങ്ങനെ അറിഞ്ഞത്? എങ്ങനാ ഞങ്ങൾക്ക് മുന്നിൽ താനിവിടെ എത്തിയത്? പറയടോ. വീണ്ടും സാം ചീറിയെടുക്കുമ്പോൾ പേടിച്ചുപോയി സാദിഖ്. സർ, എന്റെ സർജറി മാറ്റിവെച്ചു. സ്റ്റോൺ ഇഷ്യൂ മെഡിസിനിൽ കുറയുമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും ഡ്യൂട്ടിയെ ജോയിൻ ചെയ്തേ. പിന്നെ ആറ്റിങ്ങൽ സിഐനെ കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് ഈ മിഷനെ പറ്റി അറിഞ്ഞത്. അതാണ് ഇവിടേക്ക് വന്നത്. പേടിച്ചു പറിച്ച് അവൻ മറുപടി നൽകുമ്പോൾ സാം പല്ലുകൾ ഞെരിച്ചു. എണീറ്റു പോടോ. വെറുപുറത്തുകൊണ്ട് അവൻ പുറത്തേക്ക് പോകുമ്പോൾ അപമാനപരത്താൽ തല താഴ്ത്തിയിരുന്നു സാദിഖ്. വീടിന് പുറത്തേക്ക് ഇറങ്ങിയ സാമിന്റെ മിഴികൾ ആ പരിസരം അരിച്ചു പിറകി. വല്ലാത്ത നിരാശയോടെയുള്ള ആ അന്വേഷണത്തിനൊടുവിൽ ആ നോട്ടം നിന്നത് ഷെഡിൽ കിടന്ന ഒമ്നി വാനിന് മുന്നിലാണ്. പതിയെ അവന്റെ മിഴികൾ വിടർന്നു. അൻവർ, ദേ കിടക്കുന്നു അവൻ. നമ്മൾ തേടി വന്ന VIP. ഫേക്ക് നമ്പറിലോടിയ കിഡ്നാപ്പർ. സാം കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി അൻവറിന്റെ മിഴികൾ തിളങ്ങി. ഒടുവിൽ അതും കിട്ടിയല്ലേ സർ? ആവശ്യത്തോടെ അവൻ വണ്ടിക്കരികിലേക്ക് നടക്കുമ്പോൾ സാമിന്റെ ഫോൺ റിംഗ് ചെയ്തു. പരിചയമില്ലാത്ത നമ്പർ കണ്ട് സംശയത്തോടെ അവൻ നോക്കുമ്പോൾ ശബ്ദം കേട്ട അൻവറും ഒന്ന് തിരിഞ്ഞു നിന്നു. പതിയെ ആ കോൾ അറ്റൻഡ് ചെയ്ത് കാതോട് ചേർത്തു സാം. എന്നാൽ നിമിഷങ്ങൾക്കകം അവന്റെ മിഴികൾ കുറുകുന്നത് ശ്രദ്ധിച്ചു അൻവർ. കോള് കട്ടാകുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത സാമിന്റെ മുഖത്ത് പ്രകടമായി. സർ, എന്തു പറ്റി? ആരാ വിളിച്ചത്? തിരികെയോടെ അരികിലേക്ക് എത്തിയ അൻവറിന്റെ ആകാംക്ഷ നിറഞ്ഞ ആ ചോദ്യത്തിന് മുന്നിൽ വളരെയേറെ പിരിമുറുക്കത്തോടെയാണ് സാം മറുപടി പറഞ്ഞത്. അൻവർ, അടുത്ത കുരുക്ക്. മെഡിക്കൽ കോളേജ് പോലീസാണ് വിളിച്ചത്. ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ സുദർശനെ ആരോ കിഡ്നാപ്പ് ചെയ്തു. ഏ? ആ വാക്കുകൾ അൻവറിനെയും ഏറെ നടുക്കി. സർ, അതെങ്ങനെ? അവിടെ പോലീസിലെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നടോ. പക്ഷേ അവരെ ആക്രമിച്ചാണ് കൃത്യം നടത്തിയിട്ടുള്ളത്. 5 പേരടങ്ങുന്ന സംഘമാണ്. തടയാൻ ചെന്ന പോലീസുകാരെ മർദ്ദിച്ച് ഡോക്ടറിനെയും വലിച്ച് വണ്ടിയിലിട്ട് പോവുകയായിരുന്നു. ഒക്കെയും കേട്ട് നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു അൻവർ. ഇതെന്താ സർ ഇങ്ങനെ? ഒന്നിനു പുറകെ ഒന്നായി കുരുക്കുകൾ മുറുകുന്നത്? അറിയില്ല അൻവർ. കളി അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാവുകയാണ്. ഹോസ്പിറ്റലിൽ നിന്നും ഇങ്ങനെയൊരു കിഡ്നാപ്പിംഗ്, അതും പോലീസ് ഉണ്ടായിട്ട് കൂടി. തീർത്തും അസ്വസ്ഥനായി സാം നിൽക്കുമ്പോൾ അടുത്ത ഞെട്ടിക്കുന്ന വാർത്തയുമായി നഗരൂർ സ്റ്റേഷൻ SI ഓടിയെത്തി. സാർ, ഒരു പ്രശ്നം. ഇവിടെ അടുത്ത് കട്ടപ്പറമ്പ് എന്ന സ്ഥലത്ത് റോഡിൽ നിന്നും കുറച്ചകലെയായി ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഒറ്റനോട്ടത്തിൽ ഈ ഫാമിലി ജോലിക്കാരനായ സെൽവത്തിൻ്റെതാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വാട്ട്? കേട്ടത് അവിശ്വസനീയമായി തോന്നി സാമിന്. അൻവറാകട്ടെ ചാടി എഴുന്നേറ്റുപോയി. അവൻ തന്നെയാണെന്ന് ഉറപ്പാണോ? കേട്ടത് വിശ്വസിക്കാൻ സാമിന് കഴിഞ്ഞില്ല. അതെ സർ, അയാൾ തന്നെ. കൊലപാതകം തന്നെയാണ് സർ. ആ മറുപടി കേട്ട് ഒരു നിമിഷം തലകറങ്ങുന്നത് പോലെ തോന്നി സാമിന്. ഒരു വശത്ത് കിഡ്നാപ്പ് ചെയ്യപ്പെട്ട 2 കുട്ടികൾ, ഒപ്പം തന്നെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട ഡോക്ടർ സുദർശൻ, മറുവശത്ത് സെൽവത്തിന്റെ ബോഡി. ഇതിനെല്ലാം മുകളിൽ അതിബുദ്ധിമാനായ ആ കൊലപാതകി. എല്ലാം കൂടി ഓർത്ത് സാമിന് സമനില തെറ്റിത്തുടങ്ങിയിരുന്നു. കഴുത്തറുത്താണ് സെൽവത്തെ കൊല ചെയ്തത്. കട്ടപ്പറമ്പ് എന്ന ഗ്രാമപ്രദേശത്ത് കുറച്ചുള്ളിലായി വാമനപുരം നദിയുടെ തീരത്തായുള്ള ഒരു കാട് പിടിച്ച പുരയിടത്തിലാണ് ബോഡി കിടന്നിരുന്നത്. സമീപവാസികളുടെ പതിവ് മദ്യപാന കേന്ദ്രമായ അവിടേക്ക് മദ്യപിക്കാൻ തന്നെ എത്തിയ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ആദ്യം ബോഡി കണ്ടതും പോലീസിൽ അറിയിച്ചതും. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തിയും ബോഡിക്കരികിൽ നിന്ന് തന്നെ കിട്ടി. പക്ഷേ ബോഡിയിൽ നിന്നോ കത്തിയിൽ നിന്നോ ഒരൊറ്റ ഫിംഗർ പ്രിന്റ് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഫോറൻസിക് ടീം വീണ്ടും നിരാശരായാണ് സാമിനരികിലെത്തിയത്. സർ, ഒരു തെളിവ് പോലും ബാക്കിയില്ല. പിന്നെ ആളുകൾ പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കൂടിയിരുന്നു. ഏകദേശം ബോഡിയോട് ചേർന്ന് തന്നെ പലരും നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബൂട്ട് പ്രിന്റ്സോ ചെരുപ്പിന്റെ പാടോ ഒന്നും പ്രത്യേകം കണ്ടെത്താനും കഴിയുന്നില്ല. ആ വിവരണം നിശബ്ദനായി കേട്ടു നിന്നു സാം. ഇത്തവണ അവന് നിരാശ തോന്നിയില്ല. കാരണം കേസിന്റെ ആദ്യം മുതലുള്ള സംഭവങ്ങൾ വിലയിരുത്തിയത് കൊണ്ട് തന്നെ ഇത്തരമൊരു മറുപടിയാണ് ഫോറൻസിക് ടീമിൽ നിന്നും അവൻ പ്രതീക്ഷിച്ചതും. നിങ്ങളൊരു കാര്യം കൂടി ചെയ്യണം. കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോയി പാർപ്പിച്ച ആ കോഴി ഫാമിനോട് ചേർന്നുള്ള വീട്ടിൽ നിന്നും
കുറച്ച് ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യാനുണ്ട്. അതുകൂടി കളക്ട് ചെയ്ത ശേഷം മടങ്ങിക്കോളൂ. വഴികാട്ടാൻ ഒരു കോൺസ്റ്റബിളിനെ അയക്കാം. ഓക്കെ സാർ, അതിപ്പോൾ തന്നെ ചെയ്യാം. ഫോറൻസിക് ടീം വണ്ടിയിലേക്ക് കയറുമ്പോൾ പതിയെ തിരിഞ്ഞ് ബോഡിക്കരികിലേക്ക് ചെന്നു സാം. നിലത്ത് മലർന്നു കിടന്നിരുന്ന ബോഡിയിൽ പലയിടങ്ങളിലായി മുറിവുകളും ഉണ്ടായിരുന്നു. നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്ന് സസൂക്ഷ്മമെല്ലാം നിരീക്ഷിച്ചു. ബ്ലഡിൽ കുളിച്ച അവസ്ഥയിലായിരുന്നു ബോഡി കിടന്നിരുന്നത്. ഒന്നുമില്ല സാർ, ഇതും വെൽ പ്ലാൻഡ് മർഡർ തന്നെ. ഫോറൻസിക് ടീം പോലും ഇപ്പോൾ കടുത്ത നിരാശയിലാണ്. ഈ കേസിൽ ഇതുവരെ അവർക്ക് പ്രത്യേകിച്ചൊന്നും തന്നെ കണ്ടെത്താനായില്ലല്ലോ. പിന്നാലെ എത്തിയ അൻവർ അഭിപ്രായപ്പെടുമ്പോൾ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചു സാം. അൻവർ, ലക്ഷണം കണ്ടിട്ട് മർഡർ നടത്തിയിരിക്കുന്നത് ഇവിടെ വെച്ചല്ല. കാരണം സെൽവത്തെ പോലെ ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ ഒരിക്കലും ഒരു ചെറുത്തുനിൽപ്പ് പോലുമില്ലാതെ മരണത്തിന് കീഴടങ്ങില്ല. ഇവിടെങ്ങും അതിന്റെ ലക്ഷണങ്ങളില്ല. പക്ഷേ കോഴിഫാമിനോട് ചേർന്നുള്ള ആ വീട്ടിൽ രക്തം തളം കെട്ടി കിടക്കുന്നുണ്ട്. ഇറ്റ് മീൻസ് അപ്പോൾ ഉറപ്പായും കൊല നടത്തിയിട്ടുണ്ടാവുക അവിടെ വെച്ചാവും സർ. ശേഷം ബോഡി ഇവിടെ കൊണ്ടിട്ടു. അതെ അൻവർ, അത് തന്നെയാവണം നടന്നിട്ടുണ്ടാവുക. പക്ഷേ അത് ഉറപ്പിക്കണമെങ്കിൽ ആ ബ്ലഡ് സാമ്പിൾസ് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് വേണം. അൻവറിന്റെ നിഗമനത്തെ ശരിവെച്ചു സാം. ഒരുപക്ഷേ ഇന്നലെ അവൻ നമ്മുടെ മുന്നിൽ കുടുങ്ങിയത് കൊലയാളെ അറിഞ്ഞിട്ടുണ്ടാവണം, അല്ലേ സർ? അൻവറിന്റെ അടുത്ത സംശയത്തിനുള്ള ഉത്തരം സാമിന്റെ പക്കലുണ്ടായിരുന്നു. അതെ അൻവർ, നമുക്ക് പറ്റിയ ഒരു ചെറിയ മിസ്റ്റേക്ക്. ഈ സെൽവത്തിന്റെ ഫോട്ടോ നമുക്ക് കിട്ടിയ വിവരം ഇന്നലെ ഏതോ ഒരു ചാനൽ വാർത്തയിൽ വന്നിരുന്നതായി ഒരു FB പോസ്റ്റ് കണ്ടിരുന്നു ഞാൻ. എങ്ങനെയോ അത് ലീക്കായതാണ്. അതെ സർ, അങ്ങനെ സംഭവിച്ചു പോയി. ആ മാരേജ് വീഡിയോ എടുത്ത ചെക്കന്മാർ പറ്റിച്ച പണിയാണ്. അവന്മാരത് അടുത്ത പ്രാദേശിക ചാനലുകാർക്ക് വിറ്റു. ഫോട്ടോസിന്റെ പേരെ കോപ്പി ഇല്ലെന്നാ പറഞ്ഞത്. പക്ഷേ അവന്മാര് ബുദ്ധിപൂർവ്വം കളിച്ച കോപ്പി മുന്നേ മാറ്റിയിരുന്നു. ചാനലുകൾ അപ്പം തന്നെ ന്യൂസാക്കി. പോലീസ് എത്തി അപ്പോഴേ അത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ അപ്പോഴേക്കും വാർത്ത ഷെയറായിപ്പോയി. അൻവറിന്റെ മറുപടിയിൽ തൃപ്തനല്ലായിരുന്നു സാം. പക്ഷേ മറുത്തൊന്നും പറയാൻ നിന്നില്ല അവൻ. ഈ സെൽവത്തിന്റെ ഡീറ്റെയിൽസ് എടുക്കണം അൻവർ. ഫാമിലി ഉണ്ടെങ്കിൽ അവരെ അറിയിക്കണം. ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അവർക്ക് എത്തിക്കാനുള്ളത് ചെയ്യണം. അതുപോലെ ആ ഫാമിന്റെ ഉടമസ്ഥനെയും പൊക്കണം. അത് ഇന്ന് തന്നെ ചെയ്യാം സാർ. പിന്നെ ഫാമിന്റെ ഓണർ ഒരു പ്രജിത്താണ്. പുള്ളി ഫാമിലിയായി ദുബായ് സെറ്റിൽഡ് ആണ്. ഇവിടെ കാര്യങ്ങൾ നോക്കുന്നത് ഈ തമിഴനും പിന്നെ ഈ പ്രജിത്തിന്റെ ഒരു കസിനാണ്. ആ ചെക്കനും വല്ലപ്പോഴും ലോഡ് വരുമ്പോഴോ പോകുമ്പോഴോ ഒന്നു വന്നു പോകും. പിന്നെ കണക്കും കാര്യങ്ങളും നോക്കാനും. ബാക്കിയൊക്കെ ഈ തമിഴൻ തന്നെ ചെയ്യുന്നേ. ആ കസിൻ ചെക്കനെ ഇന്ന് തന്നെ പോക്കാം. ഓൾറെഡി നമ്മുടെ ടീം പോയിട്ടുണ്ട് അതിനായിട്ട്. ഈ പ്രജിത്തിന്റെ ഡീറ്റെയിൽസ് എടുക്കണം അൻവർ. അയാളുടെ നാട്ടിലെ കണക്ഷൻസ് എല്ലാം. കൊലയാളി എങ്ങനെ ഇവിടം തിരഞ്ഞെടുത്തു എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. ചിലപ്പോൾ ഇയാൾക്കും ഈ കേസിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിലോ? ഒരു ഹിൻസും വിട്ടുകളയാൻ പറ്റില്ലല്ലോ. അതും ചെയ്യാം സാർ, ഉടൻ തന്നെ ചെയ്യാം. അൻവർ മറുപടി നൽകുമ്പോൾ ഒന്ന് മൂളിയ ശേഷം വീണ്ടും ആ ബോഡി സസൂക്ഷ്മം നിരീക്ഷിച്ചു സാം. പിന്നിൽ നിന്നും കൈയിട്ട് കഴുത്തിൽ കത്തിക്കൊണ്ട് നീളത്തിൽ വരഞ്ഞാണ് മുറിവുണ്ടാക്കിയിട്ടുള്ളത്. മുറിവിന്റെ ലക്ഷണം വെച്ച് അത് മനസ്സിലാക്കി സാം. അതിൽ നിന്നുള്ള രക്തസ്രാവം തന്നെയാകണം മരണകാരണവും. അതിനു മുന്നേ ഒരു ചെറിയ സംഘടന കൂടി നടന്നിരിക്കണം. അതാണ് ബോഡിയിലെ ആ മുറിപ്പാടുകൾ. സൂക്ഷ്മമായ നിരീക്ഷണത്തിനിടയ്ക്ക് പതിയെ സാമിന്റെ നോട്ടം ബോഡിയുടെ കൈഭാഗത്ത് തറച്ചു. പതിയെ പതിയെ അവന്റെ മിഴികൾ വിടർന്നു. നിമിഷ നേരം കൊണ്ട് മുഖത്തേക്ക് രോഷം ഇരച്ചു കയറി. ഷിറ്റ്, ഒന്നും കണ്ടെത്താനായില്ലെന്ന് വെച്ച് ചെയ്യേണ്ട പണിയിൽ ഉഴപ്പുകയാണോ വേണ്ടത്? പെട്ടെന്നായിരുന്നു സാമിന്റെ ഒച്ചയുയർന്നത്. ഒരു നിമിഷം അൻവറും ഒന്ന് ഞെട്ടിപ്പോയി. എന്താ എന്താ സർ? പതർച്ചയോടെ അൻവർ ആരായുമ്പോൾ ചാടി എഴുന്നേറ്റു സാം. അൻവർ, വേർ ഈസ് ഫോറൻസിക് ടീം? കോൾ ദം ബാക്ക് ഇമ്മീഡിയറ്റ്ലി. വല്ലാതെ പകച്ചുപോയ അൻവർ കാര്യമെന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ആ നിർദ്ദേശം കേട്ടപാടെ മറുത്തൊന്നും പറയാതെ ഫോൺ കയ്യിലെടുത്തു. നിമിഷങ്ങൾക്കകം ഫോറൻസിക് ടീം അവിടേക്ക് തിരിച്ചെത്തി. എന്താ സർ, എന്താ പ്രോബ്ലം? അല്പം പരിങ്ങലോടെയുള്ള അവരുടെ ചോദ്യം കേട്ട് ബോഡിക്കരികിലേക്ക് ചൂണ്ടി സാം. ഇതെന്താണ്? ബോഡി ഫുൾ നിങ്ങൾ പരിശോധിച്ചെങ്കിൽ പിന്നെ ഇതെന്താണ് കണ്ടെത്താനാകാത്തത്? അവൻ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കവേ അവർ കണ്ടു സെൽവത്തിന്റെ വലതു കൈയുടെ നടുവിരലിന്റെയും മോതിരവിരലിന്റെയും നഖത്തിൽ ചെറുതായി ചോര ഉണങ്ങിപ്പിടിച്ചിരിക്കുന്നത്. ചോര മാത്രമായിരുന്നില്ല, തൊലിയുടെ ചെറിയ ഭാഗവും ഉണ്ടായിരുന്നു. സർ, ഇത് സോറി സർ, ഞങ്ങളിത് ശ്രദ്ധിച്ചില്ല. എങ്ങനെയോ മിസ്സായതാണ്. റിയലി സോറി. ആ ക്ഷമാപണം സാമിനെ കൂടുതൽ രോഷാകുലനാക്കി. എന്ത് സോറി? മനുഷ്യനിവിടെ തലയ്ക്ക് വെളിവില്ലാതെ കിടന്നോടുകയാണ് ഈ തൊലിഞ്ഞ കേസ് കാരണം. കൊന്നവൻ ഫോൺ ചെയ്ത് കളിയാക്കാൻ വരെ തുടങ്ങി. എന്നിട്ടോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതിനിടയ്ക്കാണ് ഇങ്ങനെ ഓരോന്ന്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പോലും ഗൗനിച്ചില്ലെങ്കിൽ പിന്നെ ഈ ബോഡിയിൽ നിങ്ങളെന്ത് പരിശോധനയാണ് നടത്തിയത്? ഈ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്ത് പരിശോധിച്ച് ഇന്നലെ റിപ്പോർട്ട് തരണം. ഇന്നല്ലെങ്കിൽ മാക്സിമം നാളെ മോർണിംഗ്. അതുപോലെ ഒന്നുകൂടി വ്യക്തമായി ബോഡി പരിശോധന നടത്തിയിട്ട് ഇവിടെ നിന്നും പോയാൽ മതി. ഇറ്റ്സ് മൈ ഓർഡർ. സാമിന്റെ മൂർച്ചയേറിയ വാക്കുകൾ കൃത്യസ്ഥലത്ത് തന്നെ തറച്ചു.
നിമിഷങ്ങൾക്കകം ഫോറൻസിക് ടീം പരിശോധനകൾ പുനരാരംഭിച്ചു. അല്പസമയം അത് നോക്കി നിന്ന ശേഷം തിരിഞ്ഞു നടന്നു സാം. പിന്നാലെ അൻവറും. അവൻ നേരെ പോയത് ജീപ്പിനരികിലേക്കാണ്. അൻവർ, അത് കണ്ടോ താൻ? അവന്റെ നഖത്തിനിടയിൽ ഉണങ്ങിപ്പിടിച്ചിരിക്കുന്ന ബ്ലഡ്. യെസ് സാർ, എനിക്ക് തോന്നുന്നു മരണവെപ്രാളത്തിൽ കൊലയാളിയുടെ മേൽ അവനൊരു പിടുത്തമിട്ടതാണ്. തൊലി ഉൾപ്പെടെ മാന്തിപ്പറിച്ചു. എക്സാക്ട്ലി അൻവർ, ഉറപ്പായും ആ ബ്ലഡ് കൊലയാളിയുടേതാണ്. ആ റിപ്പോർട്ട് കൂടി കിട്ടിയാൽ നമ്മുടെ സംശയങ്ങൾ അടിവരയിട്ട് ഉറപ്പിക്കാം. സാമിന്റെ വാക്കുകളിൽ ആത്മവിശ്വാസം നിറഞ്ഞിരുന്നു. പെട്ടെന്ന് എന്തോ ഓർത്തിട്ടവൻ കയ്യിലെ വാച്ചിലേക്കൊന്ന് നോക്കി. ശേഷം അൻവറിന് നേരെ തിരിഞ്ഞു. അൻവർ, താനിവിടുത്തെ കാര്യങ്ങളൊന്നും നോക്ക്. ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി ഒന്ന് അന്വേഷിക്കട്ടെ. ഡോക്ടർ സുദർശന്റെ കിഡ്നാപ്പിങ്ങിന് എന്തെങ്കിലും തുമ്പ് കിട്ടുമോ എന്ന്. പോലീസുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയണ്ടേ? നിർഭാഗ്യവശാൽ ആ പിടിവലിയിൽ സുദർശന്റെ ഫോൺ ഹോസ്പിറ്റലിൽ തന്നെ നഷ്ടപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ അത് വെച്ച് ടവർ ലൊക്കേഷനെങ്കിലും ട്രേസ് ചെയ്യായിരുന്നു. ഇനി നഷ്ടപ്പെട്ടതാണോ അതോ അവന്മാര് നമ്മളുടെ പിന്നാലെ ചെല്ലാതിരിക്കാൻ മനഃപൂർവ്വം കളഞ്ഞിട്ട് പോയതാണോ എന്നറിയില്ല. വല്ലാത്ത പണിയായി പോയി അല്ലേ സർ? നിരാശയോടെ അൻവർ മറുപടി പറയുമ്പോൾ പതിയെ വണ്ടിയിലേക്ക് കയറി സാം. പിന്നെ അൻവർ, DGP ഓഫീസിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കണ്ടെത്തലുകൾ ഇന്നത്തോടെ എല്ലാവരും അറിയിക്കാം. ഇനിയും വൈകിക്കണ്ട. നമ്മൾ ഇത്രയും നാൾ ഇരുട്ടിൽ തപ്പുകയല്ലായിരുന്നു എന്ന് എല്ലാവരും അറിയണം. ഓരോ നിമിഷത്തിലും ശ്രദ്ധാലുക്കളായി നമ്മൾ കണ്ടെത്തിയ തെളിവുകൾ എത്രത്തോളം വിലപ്പെട്ടതാണെന്നതും എല്ലാവരും അറിയട്ടെ. കല്ലെറിഞ്ഞവർ പുകഴ്ത്താൻ വരുമോ എന്ന് അറിയണമല്ലോ. ആ വാക്കുകൾ കേട്ട് അൻവറിന്റെ ഉള്ളിൽ ഒരു തരിപ്പുണ്ടായി. അതെ സർ, ഞാനും ഇതാണ് ആഗ്രഹിച്ചത്. മെഡിക്കൽ കോളേജിലെത്തി ഇൻവെസ്റ്റിഗേഷൻ തീർത്ത് DGP ഓഫീസിലേക്ക് എത്തുമ്പോൾ അല്പം വൈകിയിരുന്നു സാം. അവന് വേണ്ടി ആനന്ദ് മേനോനും ശ്രീവാസ്തവയും മീറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്തിരുന്നു. ഐ ആം റിയലി സോറി സർ. മനഃപൂർവ്വമല്ല, തിരക്കുകൾ മൂലം ലേറ്റായതാണ്. ചെന്ന് കയറിയ പാടെ ക്ഷമാപണത്തോടെയാണ് സാം ആരംഭിച്ചത്. ഇറ്റ്സ് ഓക്കെ സാം, തൻ്റെ ഇന്നത്തെ തിരക്കുകൾ ഞങ്ങൾക്ക് മനസ്സിലാവും. വല്ലാത്ത ഷോക്കിംഗ് ന്യൂസ് ആണല്ലോ ഇന്ന് സംഭവിച്ചതെല്ലാം. ആ കടത്തപ്പെട്ട ഡോക്ടറിനെ പറ്റി എനി ന്യൂസ്? ശ്രീവാസ്തവയുടെ ആ ചോദ്യത്തിന് മുന്നിൽ ഇല്ല എന്ന് തലയാട്ടി സാം. ശേഷം തുടർന്നു. സർ, 5 പേരടങ്ങുന്ന ടീമാണ് ഹോസ്പിറ്റലിലെത്തി ഡോക്ടറിനെ കടത്തിയിട്ടുള്ളത്. മുഖംമൂടി വെച്ചിരുന്നെങ്കിലും അതിലൊരുവന്റെ മുഖം യാദൃശ്ചികമായി CCTVയിൽ പതിഞ്ഞു. അവന്റെ പേര് സൈമൺ, വെട്ടുകാട് സൈമൺ. ആളിച്ചിരി മുറ്റാണ്. നമ്മുടെ പോലീസിന്റെ വലിയ തലവേദനകളിലൊന്ന്. സിറ്റി മുഴുവൻ തപ്പുന്നുണ്ട് സർ. ഓരോ ദിവസം കഴിയുന്തോറും കേസ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. ഇതിനോടകം അന്വേഷണം CBIക്ക് കൊടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ ഡോക്ടറുടെ കിഡ്നാപ്പിങ്ങും തമിഴൻ പയ്യന്റെ മർഡറും കൂടിയായപ്പോൾ എല്ലാം തികഞ്ഞു. സർ, ഡോക്ടർ മാത്രമല്ല, രേഖാചിത്രം വരയ്ക്കുവാൻ സഹായിച്ച പമ്പിലെ ജീവനക്കാരനെയും കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. സാം ഇടയ്ക്ക് കയറി കൂട്ടിച്ചേർക്കുമ്പോൾ കൂടുതൽ അസ്വസ്ഥനായി ശ്രീവാസ്തവ. ഓ ഗോഡ്, ഇതെങ്ങോട്ടുള്ള പോക്കാണ്? ആനന്ദ് മേനോനും ഏറെ പരവശനായി. സാം, എന്താണ് തൻ്റെ കണ്ടെത്തലുകൾ? ഞങ്ങളതിനായി വെയിറ്റിംഗ് ആണ്. എത്ര ദിവസമായുള്ള തലവേദനയാണ്. ഇന്നേലും അതിനുള്ള അവസാനം വേണം. പ്ലീസ് എക്സ്പ്ലെയിൻ. ആരാ കുറ്റവാളി? അക്ഷമനായി ശ്രീവാസ്തവ ചോദിക്കുമ്പോൾ സാമിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. പതിയെ മീറ്റിംഗ് റൂമിലെ പ്രൊജക്ടറിന്റെ കണക്ഷൻ ശരിയാക്കിക്കൊണ്ട് സംസാരിച്ചു തുടങ്ങി അവൻ. സർ, നമ്മുടെ ഈ ടെൻഷന് ഒരു അവസാനമായി തന്നെയാണ് ഞാൻ ഇന്നിവിടെ ഈ മീറ്റിംഗിലെത്തിയിട്ടുള്ളത്. ആമുഖം തന്നെ അവരിൽ പ്രതീക്ഷകൾ ജനിപ്പിച്ചു എന്നത് അവരുടെ നോട്ടത്തിൽ നിന്ന് മറഞ്ഞു സാം. സാം, കാര്യങ്ങൾ വ്യക്തമാക്കൂ. ആകാംക്ഷയിലായിരുന്നു ആനന്ദ് മേനോൻ. സർ, ഈ കേസ് ആരംഭിക്കുമ്പോൾ നമുക്ക് കിട്ടിയ 2 തെളിവുകൾ. ഒന്ന്, ഒരു സിഗരറ്റ് കുത്തി, പിന്നെ ഒരു ഷൂസിന്റെ പ്രിന്റ്. ഇത് രണ്ടും വെച്ചാണ് അന്വേഷണം ആരംഭിച്ചത് ഞാൻ. രണ്ടും കിട്ടിയത് ആദ്യത്തെ കുട്ടിയുടെ ബോഡി കിടന്ന പ്രദേശത്തു നിന്നുമാണ്. അതുപോലും കൊലയാളിയുടേതാണോ എന്നതിൽ ഒരു ഉറപ്പില്ലായിരുന്നു. പ്രതീക്ഷിച്ച പോലെ ആദ്യഘട്ടത്തിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഉണ്ടായിരുന്നില്ല. തുടരെയുണ്ടായ സംഭവ വികാസങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് തെളിവുകളൊന്നും തന്നെ നമുക്ക് നൽകാതെ വളരെ സമർത്ഥമായ കാര്യങ്ങൾ നീക്കി കൊലയാളി. പലതും എൻ്റെ സംശയങ്ങൾ മാത്രമാകാം എന്നുള്ളത് കൊണ്ട് തന്നെ കൂടെയുണ്ടായിരുന്ന CI അൻവറിനോട് പോലും ഒന്നും ഷെയർ ചെയ്തിരുന്നില്ല ഞാൻ. ഒരു ഒറ്റയാൾ പോരാട്ടത്തിന് തന്നെ ഇറങ്ങി പുറപ്പെട്ടു. പക്ഷെ ഒന്നും പാളിയില്ല. എൻ്റെ കണ്ടെത്തലുകളിലൂടെ ഒടുവിൽ അവനിലേക്ക് എത്തിച്ചേർന്നു ഞാൻ. നമുക്ക് മുന്നിൽ അദൃശ്യനായ ആ കൊലയാളി, ആ ബോൺ ക്രിമിനലിനെ, സർവോപരി നമുക്ക് സുപരിചിതനായ അവനെ കണ്ടെത്തി ഞാൻ. സാം പറഞ്ഞു നിർത്തുമ്പോൾ ഏറെ ആകാംക്ഷരായി അവനെ നോക്കിയിരുന്നു ശ്രീവാസ്തവയും ആനന്ദ് മേനോനും. സാം, അവൻ ആരാണ്? ഏവരും ആകാംക്ഷയുടെ മുൾമുരയിൽ നോക്കിയിരിക്കവേ നിമിഷങ്ങൾക്കകം പ്രൊജക്ടറിലൂടെ ചുവരിൽ അയാളുടെ ചിത്രം തെളിഞ്ഞു. അത് കണ്ട നിമിഷം ഞെട്ടിച്ചരിച്ച് സാമിനെ തന്നെ നോക്കിപ്പോയി ആനന്ദ് മേനോൻ. ശ്രീവാസ്തവയാകട്ടെ ഒരു ഞെട്ടലോടെ തന്നെ ചാടി എഴുന്നേറ്റു. സാം, വാട്ട് ഈസ് ദിസ്? ഇയാളാണോ അപ്പോൾ ഈ മർഡേഴ്സിന് പിന്നിൽ?
വ്യക്തമായ തെളിവുകളുണ്ടോ തന്റെ പക്കൽ? ആ ചോദ്യത്തിന് മുന്നിൽ ശാന്തനായി അതേന്ന ഭാവത്തിൽ തലയാട്ടി സാം. സാമിന്റെ കണ്ടെത്തലുകൾ പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല ശ്രീവാസ്തവയ്ക്ക്. അന്താളിച്ചു നോക്കിയിരുന്ന ആനന്ദമേനോനും ആ വസ്തുത അവിശ്വസനീയമായിരുന്നു. സാം, എന്നാലും തനിക്കുറപ്പാണോ? ഇയാളാണെങ്കിൽ എന്താ മോട്ടീവ്? പെണ്ണുപിടിക്കാൻ പ്രത്യേകിച്ച് എന്ത് മോട്ടീവാണ് സാർ വേണ്ടത്? പുച്ഛത്തോടുള്ള ആമുഖത്താൽ തന്റെ മേലുദ്യോഗസ്ഥർക്ക് വ്യക്തമായ വിശദീകരണം നൽകാൻ സാം മുതിരുമ്പോഴേക്കും പ്രൊജക്ടിനരികിലിരുന്ന അവന്റെ ഫോൺ റിംഗ് ചെയ്തു. ഡിസ്പ്ലേയിൽ അൻവറിന്റെ നമ്പർ കണ്ട് പതിയെ ഫോൺ കയ്യിലേക്കെടുത്തു സാം. സർ, ഒരു മിനിറ്റ് പ്ലീസ്. അനുവാദം വാങ്ങി ആ റൂമിന്റെ ഒരത്തായി മാറി നിന്ന് കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ കാതോട് ചേർത്തു അവൻ. സാർ, ഒരു ഹിന്റ് കിട്ടിയിട്ടുണ്ട്. അവനിപ്പോൾ കോട്ടയത്തുണ്ട്. അവിടെ പാലായിക്കടുത്ത് അവന്റെ പേരിൽ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. പക്ഷേ എത്രയും പെട്ടെന്ന് അവിടെ എത്തേണ്ടതുണ്ട്. കാരണം കുട്ടികളുമായി തമിഴ്നാട്ടിലേക്ക് കടക്കാനാണ് അവന്റെ പ്ലാൻ. അൻവറിന്റെ വാക്കുകൾ കേട്ട് ഒരു നിമിഷത്തേക്ക് ഒന്ന് നടുങ്ങി സാം. അൻവർ, ഈ ഡീറ്റെയിൽസ് തനിക്ക് എവിടെ നിന്ന് കിട്ടി? സർ, അവനെ ഞാനിങ്ങ് പൊക്കി. വെട്ടുകാട് സൈമണെ. നമ്മുടെ ഒരു ഇൻഫോമർ വഴി അവൻ തിരിച്ച് വെട്ടുകാട് എത്തിയതായി അറിഞ്ഞ് അങ്ങനെ സ്കെച്ചിട്ടതാണ്. ഈ കേസ് ഡോക്ടറിനെയും ആ പമ്പിലെ ജീവനക്കാരൻ ചെക്കനെയും കിഡ്നാപ്പ് ചെയ്ത ശേഷം പോകാനുള്ള വണ്ടി റെഡിയാക്കി കൊടുത്തു. ഈ സീനിൽ മാത്രമേ അവനുള്ളൂ. അതിനുള്ള കാശും അവൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ ലൊക്കേഷൻ അറിഞ്ഞു അവൻ. അൻവറിന്റെ മറുപടിയിൽ ഏറെ തൃപ്തനായി സാം. വെരി ഗുഡ് അൻവർ, ഇനി ടൈം വേസ്റ്റ് ആക്കണ്ട. ഞാനുടനെ ഇവിടെ നിന്ന് ഇറങ്ങും. നിങ്ങൾ ടീമായി നേരെ കിളിമാനൂറെത്തി എനിക്കായി വെയിറ്റ് ചെയ്യും. അവിടെ നിന്ന് ഒരുമിച്ച് നീങ്ങാം. പിന്നെ ആ ലൊക്കേഷൻ കൃത്യമായി മനസ്സിലാക്ക്. അവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ കോൺടാക്ട് ചെയ്ത് ഹെൽപ്പ് ചോദിച്ചേക്ക്. എല്ലാം ഫാസ്റ്റായിരിക്കണം. ഇത്തവണ കയ്യിൽ നിന്ന് പോകരുത്. നിർദ്ദേശങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നൽകി കോള് കട്ടാക്കി വീണ്ടും ശ്രീവാസ്തവയ്ക്കും ആനന്ദമേനോനും മുന്നിലായി നിന്നു സാം. ആ മുഖത്തപ്പോൾ ഒരു വേട്ടക്കാരന്റെ ശൗര്യമായിരുന്നു. പതിയെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആക്സിലേറ്ററിൽ കാലമർത്തി അവൻ നിമിഷങ്ങൾക്കകം അവിടെ നിന്നും കുതിച്ചു. അവസാന അംഗത്തിനായി. പ്രിയ കൂട്ടുകാരെ, ഈ കഥയുടെ അവസാന ഭാഗത്തിൽ എൻ്റെ ശബ്ദത്തിന് കുറച്ച് പതർച്ചയുണ്ട്. കഥ വ്യക്തമായും പൂർണ്ണമായും റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം എനിക്ക് വൈറൽ ഫീവറും ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ആയതുകൊണ്ട് ശബ്ദം പൂർണ്ണമായിട്ടും തിരിച്ചു വന്നിട്ടില്ല. അധികം താമസിക്കാതെ ഉടൻ തന്നെ ക്ലൈമാക്സ് ഭാഗം നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കുമെന്ന് കരുതുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നന്ദി.